ലോകമെമ്പാടും തരംഗമായിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലതും പറയായിരിക്കും. പക്ഷെ ഞാൻ പറയും അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന്. കാരണം എൻ്റെ കണ്ടന്റ് അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണമല്ലോ പറയാൻ. ഈ കണ്ടന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ തന്നെ. കാരണം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ബേസിക് പരിപാടി തന്നെ തെറ്റാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഞാൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളത്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആൾക്കാർ വിളിക്കുന്നത് AI എന്നാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ വെച്ചിട്ട് AI എന്ന് പറയാൻ പറ്റൂല. ആൻ ഐ എന്ന് വേണം പറയാൻ. ക്യാൻ ഐ കണ്ടിന്യൂ മിസ്റ്റർ സാബുബോയ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സാധനങ്ങളും AI പവേർഡാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് എടുത്താലോ വാഷിംഗ് മെഷീൻ എടുത്താലോ എല്ലാം ഇതിൻ്റെ അറ്റത്ത് AI കാണും. നിസ്സാരം നമ്മൾ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തും AI കാണും. അങ്ങനെ ഈ അറ്റത്ത് AI ഉള്ള സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എന്തോ ബുദ്ധി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് നമുക്കൊരു വിചാരം വരുന്നുണ്ട് ഈ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട്. അങ്ങനെ അറ്റത്ത് AI ഉള്ള എല്ലാ സാധനങ്ങളും അത്ര ബുദ്ധി ഉപയോഗിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായത് മഞ്ജു പിള്ളൈ എന്ന് കണ്ടപ്പോഴാണ്. കാരണം ഇതിൻ്റെ അറ്റത്ത് AI ഉണ്ട് എന്ന് പറഞ്ഞ് മഞ്ചേച്ചിക്ക് ഇപ്പോൾ ബുദ്ധിയില്ലല്ലോ. അപ്പോൾ മഞ്ചേച്ചി ഭയങ്കര ഇന്റലിജൻസ് തീരെ കുറവാണെന്ന് പറഞ്ഞാലും മഞ്ചേച്ചി ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അതെന്തായാലും പറയാതിരിക്കാൻ പറ്റൂല. കേരളത്തില് ഇത്രയും ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റമൊന്നും വന്നത് കേരളത്തിലെ ആൾക്കാരെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ AI ഇത്രയും വന്ന് ഹിറ്റായിട്ടും AI-ക്കാട്ടിലും ഇവിടെ ഹിറ്റ് ഏട്ടായി ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്തൊരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാലും അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. ഈ AI-യുടെ നെഗറ്റീവ് സൈഡ് ഇപ്പം മെയിനായിട്ടും വന്നേക്കുന്ന റോഡ് സൈഡില്ല, AI ക്യാമറയായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ബൈക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വെള്ളം വരെ കട്ട് ചെയ്താൽ എല്ലാം നമ്മുടെ വീട്ടിൽ പെറ്റി വരും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്ത സർക്കാരിന്റെ നാച്ചുറൽ ഇന്റലിജൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാവും. കാരണം റോഡ് സുരക്ഷ അതുവഴി ജീവൻ രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് 232 കോടി രൂപ കൊടുത്തിട്ട് 726 ക്യാമറ കേരളത്തിൽ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള കുഴിയുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരു കുഴിക്ക് 1 കോടി രൂപ വെച്ചിട്ടാൽ പോലും 726 കുഴി അടയ്ക്കായിരുന്നു. ഇവര് അത് ചെയ്യാതാണ് ഇപ്പം ഇത് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരു മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്ന പോലെ വേണം വണ്ടി ഓടിക്കാൻ. മേളിൽ ക്യാമറ താഴെ കുഴി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവർ ശരിക്കും കുറച്ചുകൂടെ ചിന്തിക്കുമായിരുന്നെങ്കിൽ 232 കോടിക്ക് 726 ക്യാമറ മേടിക്കുന്നതിന് പകരം വലിയൊരു ക്യാമറ മേടിച്ചിട്ട് ഇത് സാറ്റലൈറ്റിനോട് വല്ല അയച്ചിരുന്നെങ്കിൽ താഴെ കൂടെ ബെൽറ്റ് ഇടാതെ പോണ പട്ടിക്ക് വരെ പെറ്റിയടിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ബിവറേജസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുമാനം ഉണ്ടാകുന്നത് പോലീസ് ചെക്കിങ്ങിൽ കൂടാണെന്ന്. കാരണം ഈ എന്തെങ്കിലും പരിപാടി ഇവർ വളവിൽ നിൽക്കും, ചെക്കിങ് നടത്തും, ഇവർ പൈസ അടിക്കും. ഇപ്പം ഇനി കേരളത്തിൽ അങ്ങോട്ട് ഇന്റലിജൻസ് വാറായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം പോലീസുകാരുടെ നാച്ചുറൽ ഇന്റലിജൻസ് വേഴ്സസ് ഈ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനകത്ത് എന്തായാലും ഈ പോലീസുകാരുടെ നാച്ചുറൽ ഇന്റലിജൻസിനെ ജയിക്കും. കാര്യം ഈ AI എത്ര അടിപൊളിയാണ് ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് ഓണം, വിഷു, ക്രിസ്മസ് ഒന്നും കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. ഇത് പോലീസുകാർക്ക് അറിയാം. അതുകൊണ്ട് ഇവർ വളവിൽ നിൽക്കും, ചെക്കിങ്ങിൽ കാശടിക്കും, ഇവർ തന്നെ കപ്പടിക്കും. എനിക്ക് ഞങ്ങളുടെ വീടിനടുത്തൊരു ഗൾഫുകാരൻ ചന്ദ്രൻ ചേട്ടനുണ്ട്. ചന്ദ്രൻ ചേട്ടനിയുടെ വീട്ടിൽ ക്യാമറ വെച്ചപ്പോഴത്തേക്ക് നാട്ടുകാർ പറയുന്നത് അത് AI ക്യാമറയാണെന്ന്. കാരണം ചന്ദ്രൻ ചേട്ടൻ ഗൾഫിലിരുന്ന് വീട്ടിലെ വിഷ്വൽ നോക്കുമ്പോൾ ഇതിലെ കുറെ പേര് ബെൽറ്റ് ഇടാതെ പോകണുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ചിറ്റപ്പൻ ആണ് ഈ AI ക്യാമറ വിചാരിച്ചു കഴിഞ്ഞാൽ ഒതുക്കാൻ പറ്റാത്ത ഒരാൾ എൻ്റെ ചിറ്റപ്പനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം സൈക്കിളിൽ പോകുന്നവരെ കാറ്റ് പോലും പിടിക്കാറില്ല, പിന്നെയാണ് ക്യാമറ. ചിറ്റപ്പൻ അതുകൊണ്ട് തന്നെ AI ക്യാമറ ഭയങ്കര പുച്ഛമാണ്. ചിറ്റപ്പൻ മാത്രം AI ക്യാമറ തിരിച്ചാണ് വിളിക്കുന്നത്, IA ക്യാമറ ആണ്. കാരണം ഇപ്പൊ നമ്മൾ കേരളത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ സൈക്കിളെ യാത്ര ചെയ്യുന്നവർ ഈ മലയാളികളൊക്കെ കൂടുതലും ബംഗാളികളാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജംഗ്ഷനിലെ AI ക്യാമറ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ചിറ്റപ്പൻ ബംഗാളിയാണെന്ന്. ഞാനിപ്പോൾ എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അതിപ്പോൾ എന്തിനാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ക്യാമറ വർക്ക് വെച്ചേക്കുന്ന ആർക്കും അറിയത്തില്ലോ. അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകും. ഹലോ, ഹായ്, എൻ്റെ പേര് ജോൺ ജോ. എൻ്റെ കൂട്ടുകാരൻ ഗ്ലിഗേഷിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് സിൽവർ ബട്ടൺ, ഗോൾഡൻ ബട്ടൺ കിട്ടിയ കണ്ടണം. ഇവൻ മാട്രിമോണി സൈറ്റിൽ നിന്ന് സിൽവർ ബട്ടൺ മേടിച്ചിട്ടുള്ള ഒരുത്തനാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവൻ ഒരു മാട്രിമോണി സൈറ്റിലെ പെയ്ഡ് മെമ്പറാണ്. 10 വർഷം തയ്ക്കണമെങ്കിൽ ഇവന് ഗോൾഡൻ ബട്ടൺ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവരുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ഇവനോട് ചോദിച്ചു, സാറിന്റെ പ്രൊഫൈലിൽ ഞങ്ങൾ പരസ്യം ഇട്ടോട്ടെ. ഇവന്റെ ഒക്കെ ഒരു പ്രൊഫൈലിൽ പരസ്യം എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമയിൽ കിട്ടുന്നതിൽ റീച്ച് ആയിരിക്കും. ഒരു ദിവസം അത്ര അധികം പെമ്പിള്ളേർക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. സംഭവം ഈ പ്രൊഫൈലുണ്ട്. ഇവന് 10 വയസ്സുടെ ഉപകാരമില്ലെങ്കിലും കൂട്ടുകാരെ ജോബി, ബെഞ്ചിത്ത്, ജോസിന് നല്ല ഉപകാരം. ഇവന്റെ പ്രൊഫൈലിൽ കയറി കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ പേരും വരും തപ്പി ഇവര് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ചാറ്റോട് ചാറ്റാം. 5 വർഷം കഴിഞ്ഞിട്ട് ഗ്ലിഗേഷിന്റെ കല്യാണം നടന്നില്ലെങ്കിലും ജോബി 2-ാം മാസം കെട്ടി. പെണ്ണ് കണ്ട് പെണ്ണൊന്നിന് 300 രൂപ സർവീസ് ചാർജ് മേടിക്കുന്ന ബ്രോക്കർ തൃശ്ശൂര് ടൗണിൽ തന്നെ 10 സെന്റ് സ്ഥലം മേടിച്ചപ്പോ ഗ്ലിഗേഷ് ബ്രോക്കറെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഗ്ലിഗേഷിന് ആ സത്യം മനസ്സിലാവുന്നത്. ഇനി തൃശ്ശൂർ ജില്ലയിൽ ഇവൻ കാണാത്ത അവിവാഹിതരായ പെൺകുട്ടികളില്ല എന്നുള്ളത്.
സംഭവം ഗ്ലിഗേഷിന്റെ കല്യാണം നടക്കാത്തതിൽ സന്തോഷിക്കുന്ന ഒരാളുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നത് ഗ്ലിഗേഷിന്റെ മുത്തശ്ശിയായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ എപ്പോ ഗ്ലിഗേഷിനെ കണ്ടാലും മുത്തശ്ശി അറിയും മോനെ നിന്റെയും കൂടി കല്യാണം കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാന്നുള്ളത്. അതുകൊണ്ട് സംഭവം ഗ്ലിഗേഷിന്റെ ഈ കല്യാണം നടക്കാത്തതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്ലിഗേഷിന്റെ വിദ്യാഭ്യാസക്കുറവോ ഗ്ലിഗേഷിന്റെ തൊഴിലില്ലായ്മ ഒന്നല്ല. അതിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഗ്ലിഗേഷിന്റെ അച്ഛനാണ്. ഈ ഗ്ലിഗേഷിന്റെ അച്ഛൻ എന്ന് പറയുന്നത് മലഞ്ചരക്ക് മൊത്ത വ്യാപാരത്തിന്റെ ആളാണ്. അതായത് അടക്ക തൊണ്ടോടുകൂടി ഇത് തൊണ്ടില്ലാത്ത ഈ സ്കീമാണ്. ഗ്ലിഗേഷ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്തായിരുന്നു മൂത്ത ചേച്ചിയുടെ കല്യാണം. വമ്പൻ സ്ത്രീധനം കൊടുത്ത് ഗ്രാൻഡായിട്ട് തന്നെയാണ് കല്യാണം നടത്തിയത്. ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അടക്ക വ്യാപാരി നടത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലിഗേഷ് തൊണ്ടോട് കൂടിയത് അല്ല, ഗ്ലിഗേഷ് ബിടെക്കോട് കൂടിയത് നല്ലൊരു റേറ്റിന് വിറ്റുപോകുന്ന വിചാരിച്ചിട്ടാണ്. കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് തെറ്റി ഗ്ലിഗേഷ് ബിടെക് 8 നിലയ്ക്ക് പൊട്ടി. 8 നിലയ്ക്ക് പൊട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഗ്ലിഗേഷിനെ പഠിപ്പിച്ച കോളേജുകാർ പറഞ്ഞിട്ട് ഗ്ലിഗേഷിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഞാൻ കോളേജിൽ സീറ്റ് കൊടുക്കില്ല എന്നുള്ളതാണ് സംഭവം. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്ലിഗേഷ് ഒരു പാഴ് വസ്തുവാണെങ്കിലും ഗ്ലിഗേഷിന്റെ അപ്പന് ഗ്ലിഗേഷ് ഒരു മോശയുടെ അംശവടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കുന്നത് 1.5 കോടി 2 കോടി സ്ത്രീധനാണ്. എന്തായാലും 2 കൊല്ലം നടന്ന് ഇവനെ പെണ്ണ് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ഗ്ലിഗേഷ് എന്ന് പറഞ്ഞ സാധനം സാധാരണ മോൺസൺ മാവെങ്കിൽ വിചാരിച്ചാൽ പോലും കച്ചവടമാക്കാൻ പറ്റില്ല. അതോടുകൂടി അപ്പനാ പരിപാടി നിർത്തി. എന്തായാലും ഗ്ലിഗേഷിന്റെ ധാരണയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒരു ദിവസം കാലത്ത് എഴുന്നേക്കുന്നത് ഗ്ലിഗേഷിന് ജോലി കിട്ടിയോ, ഗ്ലിഗേഷിന് പെണ്ണ് കിട്ടിയോ, ഗ്ലിഗേഷ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവന്റെ തലയിൽ കിടക്കുന്ന കാര്യങ്ങൾ. കൂടെ പഠിച്ചവരും താഴെ പഠിച്ചവരൊക്കെ ചറപറ കല്യാണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇവന് ഫേസ്ബുക്കിൽ കയറാൻ പറ്റാണ്ടായി തുടങ്ങി. ഫേസ്ബുക്കിൽ കയറിയ സേവ് ദ ഡേറ്റ് കല്യാണ ഫോട്ടോസാണ്. അതുകൊണ്ട് തന്നെ അവർ 2 കൊല്ലം മുമ്പ് ഈ പരിപാടി ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഒരു എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഗ്ലിഗേഷ് വിചാരിച്ചു, കഴിഞ്ഞ ദിവസം വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം കയറിയപ്പോൾ അതിലും വലിയ അംഗം. പണ്ട് സേവ് ദ ഡേറ്റ് ഇട്ടവന്മാർ പുതിയ സ്റ്റാറ്റസ് ആയിട്ട് ഇറങ്ങിയേക്കാം, ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ. ഗ്ലിഗേഷും ഒട്ടും കുറച്ചില്ല, അവനും കീച്ചൊരു സ്റ്റാറ്റസ് ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ. ഞാൻ ചോദിച്ചു പെണ്ണ് പോലും കിട്ടാത്തവന് എവിടെ പെൺകുഞ്ഞുണ്ടായെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് എവിടെ നിന്നാ നിനക്ക്, നീ എന്ത് സ്റ്റാറ്റസ് ഇട്ടേക്കണെന്ന് ചോദിച്ചു. എടാ വീട്ടിൽ ലവ് ബേഡിന്റെ മുട്ട വിരിഞ്ഞു, പെൺകുഞ്ഞ അറിയിക്കാൻ പറ്റിയില്ല. അപ്പോ എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടെന്ന് അവൻ ചോദിക്കുന്നത്. ഈ സ്റ്റാറ്റസിലെ രസകരമായ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസിന് 200 ലൈക്കും 150 കൺഗ്രാചുലേഷൻസും. അപ്പോഴാണ് ഗ്ലിഗേഷിന് മറ്റൊരു സത്യം മനസ്സിലാവുന്നത്. സത്യത്തിൽ നാട്ടുകാരും വീട്ടുകാരും ഗ്ലിഗേഷ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്ത പോലും ഇല്ല. എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും അവര് കമന്റ് ഇട്ടോളും. ഈ കമന്റുകൾ സ്ക്രോൾ ചെയ്ത് താഴ്ത്തിക്ക് പോകുമ്പോഴാണ് ഗ്ലിഗേഷിന് മറ്റൊരു സത്യം മനസ്സിലായത്. ഗ്ലിഗേഷിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഈ നാട്ടുകാരും വീട്ടുകാരും മാത്രമല്ല സ്വന്തം അച്ഛനും ഉണ്ട് എന്നുള്ളത്. അച്ഛനും ഒട്ടും കുറച്ചിട്ടില്ല, നല്ലൊരു കമന്റ് ബോക്സിൽ ഇട്ടുണ്ടായിരുന്നു. ഈ തള്ളക്കിളിയുടെയും കുട്ടിയുടെയും ഫോട്ടോ ഇട്ടിട്ട് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു, മോനെ നീ തിരിച്ചു വരുമ്പോൾ വീട്ടുകൾക്കുള്ള തിന മേടിക്കാൻ മറക്കണ്ട. ഹായ് ഹലോ നമസ്കാരം, ഞാൻ മായവി. മഞ്ചേച്ചി, രമേശ് ചേട്ടാ, ഇക്കാക്ക, അതിഥികളെ, കുഞ്ഞിറക്ക നമസ്കാരം. രമേശ് ചേട്ടാ, ഇക്കാക്ക നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് ഇത്തിരി നമസ്കാരം കൂടും. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാ. സ്ത്രീകൾക്ക് ഫ്രീഡത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ എന്നെ നിങ്ങൾക്ക് മേലിസ്റ്റ് എന്ന് വിളിക്കാം. പുരുഷന്മാർക്കും വേണമല്ലോ ഫ്രീഡം, അവർക്കും വേണ്ടി ആരെങ്കിലും സംസാരിക്കണമല്ലോ. മഞ്ചേച്ചി, പ്രസവ വാർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നതൊരു ആൺകുട്ടിയാന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സന്തോഷം തോന്നും, പ്രത്യേകിച്ച് അച്ഛന്. കാരണം വീട്ടിലെ ഭാരമൊക്കെ എടുത്തു വെക്കാൻ പറ്റിയൊരു കുഞ്ഞു തലയല്ലേ അകത്ത് വന്നിരിക്കുന്നേ. ഇനി ഈ കുഞ്ഞത്തലയ്ക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന 3 അനിയത്തിമാരെ ഇവൻ വേണം കെട്ടിച്ചുവിടാൻ എന്ന് വരാ തന്തപ്പടി അവിടെ നിന്ന് കണക്ക് കൂട്ടും. ഇനി ആമ്പിള്ളേർ ഇങ്ങോട്ട് വളർന്നു വരുമ്പോഴുണ്ടല്ലോ ഈ അച്ഛന്മാർക്ക് ചെറിയൊരു പനിയോ മൂക്കൊലിപ്പ് എന്തിന് മുഖക്കുരു അകാലനര വന്നാലും ആമക്കളെടുത്ത് പറയും വീടിന്റെ ബാധ്യതയൊക്കെ മോനെ നീ വേണം ഇനി നോക്കാൻ. ഈ കേട്ടുകളവൻ അപ്പുറത്തെ വില്ലേജിലോ എങ്ങാനും ഇനി വല്ല ചിന്ന വീടുണ്ടെങ്കിൽ അതിന്റെ ബാധ്യതയും ഇത്ര റേഷൻ കാർഡ് എടുത്ത് ഈ ചെറുക്കൻ്റെ എല്ലാം കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആമ്പിള്ളേരും ബാലേട്ട സിനിമയിലെ ലാലേട്ടൻ നടക്കുന്ന നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും പോരാതെ പുരുഷന്മാർക്ക് കുറെ കാര്യങ്ങൾ തലയിൽ അടിച്ചു വെച്ചേക്കുക. ആണുങ്ങൾ കരയാൻ പാടില്ലെന്ന്, സോറി മക്കളെ, ആണുങ്ങൾ കരയാൻ പാടില്ലെന്ന് ഒരു കണക്കിന് ശരിയാട്ടോ. ഈ പാടത്തും പറമ്പിലും ഒക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോഴേ വശപ്പ ഷോട്ടൊക്കെ എറിയ എന്നാലും ആമ്പിള്ളേർ കരയൂല, ഒന്ന് തുള്ളാറാ പതിവ്. എങ്കിലും ആമ്പിള്ളേർക്ക് കരഞ്ഞാൽ എന്താ പ്രശ്നം? അവരെന്നെ കണ്ണീര് സ്ട്രോ ഇട്ടിട്ട് വലിച്ചു തുപ്പി കളയാൻ പറ്റുമോ? എന്റെ അമ്മ വരെ പറയുന്നത് ആണാണ് വീടിന്റെ നെടുന്തൂണെന്ന്. എന്നിട്ട് ബാങ്കേർ വീട്ടിൽ ജപ്തി നോട്ടീസും കൊണ്ട് വന്നു. അപ്പം മിണ്ടാതിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ കിറുക്കിട്ട് കുത്തിയിട്ട് തൂണണക്കൊക്കെ എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറമനുഷ്യാന്ന് പാവം. ചില സമയം ഞാനടക്കമുള്ള പെമ്പിള്ളേർ പറയാം, രമേശ് ചേട്ടാ അടുത്ത ജന്മമെങ്കിലും ഒരാണായിട്ട് ജനിക്കണമെന്ന് അല്ലേ? ചെന്ന് കേറിക്കോട്. എന്റെ പൊന്ന് രമേശ് ചേട്ടാ, ഇക്കാക്ക, നിങ്ങൾക്കൊക്കെ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണുണ്ടോ? കിട്ടും. രാവിലെ ഒരു 10 മിനിറ്റ് ബാത്റൂമിൽ ഇരിക്കുമ്പം ആ 10 എന്നുള്ളത് 1 മിനിറ്റ് എക്സ്ട്രാ ആവുകയാണെങ്കിൽ അവിടെയും വന്ന് മുട്ടും. കാക്കായേ കുറെ നേരം ആയല്ലോ. പുരുഷന്മാർക്ക് ബാത്റൂമിൽ കയറി എക്സ്ട്രാ ഒന്നും മുക്കാനോ മൂളാനോ പോലും ഫ്രീഡം പോലും ഇല്ല. ഒരു പെങ്കൊച്ചിനെ 30 സെക്കൻഡ് നോക്കിയാൽ കേസ്. കല്യാണം കഴിഞ്ഞ് പെങ്കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ കേസ്. നമ്മുടെ നാട്ടിൽ ആമ്പിള്ളേർക്ക് ലഹരി ഉപയോഗിക്കണ പൈസയൊന്നും വേണ്ട,
താടിയും മുടിയും ചുമ്മാ നീട്ടി വളർത്തിയ നാട്ടുകാർ പറഞ്ഞോളൂ കൂട്ടിയിട്ട് കത്തിക്കുവാണ്. എങ്കിലും പുരുഷന്മാർക്ക് എന്താ ഫ്രീഡം ഇല്ലാത്ത? എവിടെയെങ്കിലും ഒരു മുൻഗണന അവർക്ക് കിട്ടുന്നുണ്ടോ? ബസ്സിൽ കയറിയ 10 സീറ്റിൽ 8 എണ്ണം സ്ത്രീകൾക്ക്, ബാക്കി തെറിച്ചു പോകുന്ന 2 സീറ്റ് പുരുഷന്മാർക്ക്. ഈ തെറിക്കുന്നതിനിടയ്ക്ക് ഇവർ അറിയാതെ ഏതെങ്കിലും ഒരു സ്ത്രീയോ തട്ടിക്കാൻ അവളുമാർ സഹിക്കുമോ? പാവത്തുങ്ങൾ എടുത്തിട്ട് ഇടിക്കും. എങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒന്ന് തട്ടി നോക്കും, അവർ സഹിക്കും. അവർക്ക് സഹനശക്തിയുണ്ട്. എന്റെ പൊന്നൊക്കെ ഇതൊക്കെ ഞാൻ ജീവിക്കാൻ വേണ്ടി പറയുന്നതാ. ഇനി അതും പറഞ്ഞ് വൈകിട്ട് കാർ വിട്ടിട്ട് ബസ് വിളിച്ച് കോട്ടയത്തിന് പോരുത്. ഞാനുണ്ടല്ലോ, നേരത്തെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഞാൻ എന്റെ കെട്ടിയോട് തർക്കിക്കും. പ്രസവവേദനയാണ് ഏറ്റവും വലിയ വേദന, അതൊരു പുരുഷന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ തർക്കിയതില്ല രമേശേട്ടാ. കഴിഞ്ഞിടയ്ക്ക് എന്റെ കെട്ടിയോന്റെ കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ടുണ്ടെടാ പെട്ടെന്ന് കൂത്താട്ടുള്ളത്തിന് വരാൻ. വേണ്ടടാ, ഇങ്ങനെ നിന്ന നിപ്പില് പാൻറ്റും വലിച്ചേറ്റ് സിബ് ഇട്ടത് എന്റെ പൊന്നു രമേശേട്ടാ. 10 പറ്റ ബേറ്റുന്നോ അങ്ങനെ കണ്ണീ കൂടെ പോന്നെ ഞാൻ കണ്ടു. ഇപ്പൊ എനിക്കറിയാം വേദന എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലെയാണ്. എങ്കിലും ഈ ആണുങ്ങൾക്ക് ഫ്രീഡം എവിടെയാ നഷ്ടപ്പെടുന്നത്? കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയാ? 60 ഡ്രസ്സ്, 60 പാട്ട്, 60 സ്ഥലം. ഇവനൊക്കെ കല്യാണം കഴിഞ്ഞ് 30 സെക്കൻഡുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടിട്ട് ചത്താമ എനിക്കൊക്കെ. നമ്മുടെ ബാഹുബലി തന്നെ ബ്രഹ്മാണ്ഡ രാജാവാ. കല്യാണം കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എൻ്റെ അമ്മാവൻ്റെ മോനുണ്ടല്ലോ, 25-ാം വയസ്സ് മുതൽ ഓടി നടന്ന് പെണ്ണ് കാണല. കാണുന്നിടത്ത് മൊത്തം ചായയും വടയും ലഡുവും കഴിച്ചിട്ട് ചെറുക്കൻ ഇപ്പം പ്രഷറും ഷുഗറും. ഇപ്പം അമ്മായി പറഞ്ഞു, ഈ അസുഖം വെച്ചോണ്ട് മോൻ പെണ്ണ് കെട്ടി ആരും ചെലവിന് കൊടുക്കും. എങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ ആമ്പിള്ളേർക്ക് പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഈ തുണിക്കട നിൽക്കുന്ന പ്രതിമ വരെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്ന് പ്ലാൻ ഇട്ട് കളയും. എങ്കിൽ കല്യാണം കഴിഞ്ഞ് ഈ നാട്ടുകാർ വെറുതെ ഇരിക്കുവോ? ഇവർക്ക് പിന്നെയും കുരു പൊട്ടും. ആമ്പിള്ളേരോട് എന്നൊരു ചോദ്യമുണ്ട്, കുട്ടികളൊന്നും ആയില്ലേ? ഡെറുക്ക തലമുറ നിന്നു പോവും. പിന്നെ ആമ്പിള്ളേർ സിംഹകാലം കുരങ്ങാണല്ലോ ഭക്ഷ്യനാശം സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങാണം ഭാര്യ ഗർഭിണി ആയിക്കഴിഞ്ഞാലോ തുടങ്ങിയല്ലേ പുരുഷന്മാരുടെ അടുത്ത കഷ്ടകാലം. വിളിച്ചുകൊണ്ട് പോക്ക്, വയറ് കാണല്, 28 എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ആ മുറ്റത്തൊന്നിരിക്കുമ്പോൾ തലതെറിച്ച് ഏതേലും ഒരു വല്യമ്മ എന്ന് പറയും, മക്കളെ ചടങ്ങൊക്കെ നന്നായിരുന്നു കേട്ടോ. ഇല്ല, നിന്റെ ഒരു ചേലും ചകത്തില്ലല്ലോടാ ആ കൊച്ചിന്. തുടങ്ങി സമാധാനക്കേട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സമാധാനമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആറ്റം ബോംബൊന്നും ഉണ്ടാക്കണ്ട. വീട്ടിൽ ഇരിക്കുന്ന ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. ഗർഭിണിയായപ്പോൾ എന്നെ എടുത്ത് കറക്കിയില്ല, ഞാൻ ഛർദ്ദിച്ചപ്പോൾ എന്നെ മുതു തടയില്ല. പിന്നെ സ്ഥിരം പെണ്ണുങ്ങൾ പറയുന്നൊരു പല്ലവി, എന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ചെലവ് ചെയ്തില്ലല്ലോ എന്ന്. എടേ 364 ദിവസം ഇവളുടെ ചെലവിലല്ലേ ഇവിടെ കഴിയുന്നത്. എന്നിട്ടും ഡിപ്രഷൻ അടിച്ച് സങ്കടപ്പെട്ട് പുരുഷനിരിക്കുമ്പോൾ ഭാര്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയാം, മൂഡ് സ്വിങ്സ് ചേട്ടാന്ന്. എന്നെ രമേശേട്ടാ, ആമ്പിള്ളേർക്ക് മൂഡ് സ്വിങ്സ് ഇല്ലേ? ആമ്പിള്ളേർ ഭാര്യ എടുത്ത് 4 അടി എടുത്തിട്ട് ഉമ്മ കൊടുത്തിട്ട് പറയാം എനിക്ക് മൂഡ് സ്വിങ്സ് ആന്ന് പറഞ്ഞ് ഇവര് കേൾക്കുവോ? ഇവര് പറയും എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു മൂഡും നാട്ടിലുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ സിൻസിന്റെ മൂഡ് വന്നു. അതും പറഞ്ഞ് ആ സമാധാനം കളയും. ചില ആമ്പിള്ളേര് ചങ്ക് പൊട്ടിയ അനുഭവം പറഞ്ഞിട്ട് രമേശേട്ടാ ചില ആളുകൾ വിശ്വസിക്കുമല്ലോ മഞ്ജു ചേച്ചി. പക്ഷെ എന്നോടൊരു പുരുഷൻ ചങ്ക് പൊട്ടിയൊരു കഥ പറഞ്ഞ് ഞാനത് വിശ്വസിക്കും. പക്ഷെ ഇക്കാക്ക രാത്രി 2 മണിക്ക് പാറ്റ ചെലങ്കിട്ടോണ്ടൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞു. സോറി, എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് ചില ആളുകൾ പറയും പുരുഷന്മാർക്ക് സമാധാനമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ വീട്ടിന്റെ ഗ്രഹനാഥനാണ്. അവരോടാട്ടോ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലിരുന്നൊരു പെഗടിക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ടോ? ഈ കളസത്തിനകത്തോ തുണിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് അല്ലാതെ ഒരു കുപ്പിയെ പെരക്കകത്തോട്ട് കയറ്റാനുള്ള പ്രൈവസി ഉണ്ടോ? അവർക്കാണെങ്കിൽ പ്രൈവസി ഉണ്ട്? ഇല്ല. പുരുഷന്മാർക്ക് ഫ്രീഡം ഉണ്ടോന്ന് ചോദിച്ചാ കേരയിൽ പോലെയാ. ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ചില കുടുംബത്ത് വാ തുറക്കാൻ പോലും പറ്റാത്ത പുരുഷന്മാരും. ഇവിടെ തന്നെ വരുന്ന എന്തോരം ആളുകളാണ് പറഞ്ഞത്, രമേശായിട്ട് 24 മണിക്കൂറും കഥ പറച്ചില്ലാന്ന് പറഞ്ഞ് ട്രോൾ ചെയ്യും. പക്ഷെ രമേശേട്ടന്റെ മനസ്സിന്റെ വിങ്ങലും വേദന എനിക്ക് മനസ്സിലാവും. ആ മനുഷ്യൻ ഇവിടെയെങ്കിലും ഒന്ന് വാ തുറക്കട്ടെ. എന്തിനാ കുടുംബത്തെ കാര്യം പറയുന്നത്? ഇവിടെ തന്നെ നിങ്ങൾ രണ്ടുപേരും എത്ര നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഇതുവരെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്നൊന്ന് പറയാൻ ആ വാ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ടോ? നാക്കിനല്ലേ ഫ്രീഡക്കുള്ളല്ലോ, കൈക്ക് കുഴപ്പമില്ലല്ലോ, അടിക്ക്. ഇവനൊരു കസാര കൊടുത്തിട്ടുണ്ടോ? അവസാനം പുരുഷന്മാരുടെ കാര്യം പറയാൻ സ്ത്രീയായ ഞാൻ ഇവിടെ വരേണ്ടി വന്നു. സ്മരണ വേണം, സ്മരണ. കൂടെ ചെറിയൊരു ബമ്പറും. ഹായ്, ഞാൻ മാധവനെയാ. ഇന്നത്തെ എൻ്റെ കണ്ടന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങിനെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഇത് പറയുവോ എഴുതി കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് മൂക്കി കൂടെ പുക ഇട്ടിട്ട് ഈ കണ്ടന്റ് ചെയ്യാം. കാരണം പൊതുവെ അങ്ങനെയാണ് പരിപാടി നടക്കാറ്. ഞാൻ ഈ പുകവലി കണ്ടന്റ് എടുത്ത് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഈ സിഗരറ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആള് ഇത് ഇവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് അവസാനം ഇവർ തമ്മിൽ ഇത് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിച്ചാണ് നീ ഇതിന് പേര് വല്ലതും ഇട്ടോന്ന്. അപ്പോൾ അയാൾ സിഗരറ്റ് എന്ന് പറഞ്ഞത് ഇവൻ സീക്രട്ട് എന്നാണെന്നൊന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിരിക്കാം. അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ആൾക്കാർ കൂടുന്നതിൻ്റെ ഇടയിൽ സിഗരറ്റ് വേണമെങ്കിൽ ആൾക്കാർ മാത്രം നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി നിന്ന് വലിക്കുന്നത്. നമ്മൾ മദ്യപാനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ലോകത്തിൽ 3 തരം ആൾക്കാരേ ഉള്ളൂ.
ഒന്ന് സന്തോഷം വരുമ്പോൾ വെള്ളം അടിക്കുന്നവർ, 2 സങ്കടം വരുമ്പോൾ വെള്ളം അടിക്കുന്നവർ, 3 വെള്ളം അടിക്കുമ്പോൾ ഇത് രണ്ടും വരുന്നവർ. പക്ഷേ പുകവലി അങ്ങനല്ല. പുകവലി നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ട് മാറും. ഇപ്പം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കര വലിയാണ്. അവൻ എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ സിഗരറ്റ് വലിക്കണം. ഇപ്പോൾ നന്നായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു സിഗരറ്റ് വലിക്കണം. ഇതകത്ത് പോയി പുകഞ്ഞ് ഒരു പരുവായിട്ട് പുറത്തോട്ട് വരാറാകുമ്പോൾ, അതായത് ബാത്റൂമിൽ പോകുമ്പോൾ അവൻ അതിനും സിഗരറ്റ് വേണം. എന്തിനേറെ പറയണു, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഏതെങ്കിലും കൂട്ടുകാർ വന്നാലും ഇവന് സിഗരറ്റ് വലിക്കണം. പണ്ടൊരു പരീക്ഷ ദിവസം ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചതാടാ ടെൻഷൻ അടിക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടെൻഷൻ മാറണേ സിഗരറ്റ് വലിച്ചാൽ മതി, അത് പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് ചോദിച്ചവനാണ് ഇവൻ. ഇവനെങ്ങാനുമാണ് മഞ്ഞുമേൽ ബോയ്സ് സിനിമയിൽ കുഴിയിൽ പോയിരുന്നെങ്കിൽ ഇവനൊരു 10 മിനിറ്റിനകത്ത് എങ്ങനെയും വലിഞ്ഞു കയറി തിരിച്ച് തന്നെ വന്നു. കാരണം ഇവന് 10 മിനിറ്റ് കൂടുതൽ വലിക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ ആലോചിക്കുന്നത് ഇവൻ എന്തെങ്കിലും കുഴഞ്ഞു വീണമെന്നാണ്. കാരണം ഇവൻ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇവനെ കൃത്രിമ ശ്വാസം കൊടുത്ത് നമുക്ക് രക്ഷിക്കാൻ പറ്റൂല. കാരണം അകത്തിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ചിലപ്പോൾ ഒന്ന് ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അകത്തുനിന്ന് കത്തിയിട്ട് ഇവൻ നിന്ന് കത്തും. സംഭവം സിഗരറ്റ് വലിയെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലോട്ട് ആദ്യം നടന്നെത്തുന്നത് എൻ്റെ അമ്മാവനാണ്. പുള്ളിക്കാരന് മനസ്സിലോട്ടാണല്ലോ ഓടിയെത്താൻ പറ്റൂല. കാരണം കണ്ടമാനം സിഗരറ്റ് വലിക്കും, അതുകൊണ്ട് കിതയ്ക്കും. പോരാത്തതിന് അമ്മാവൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിനാണ്, 2 തവണ സ്ട്രോക്ക് വന്നാണ്. സംഭവം അമ്മാവൻ എൻ്റെ ചെറിയ അമ്മാവനാണെന്ന് പറഞ്ഞാലും സ്വഭാവം വെച്ചിട്ട് വലിയ അമ്മാവനാണ്. അമ്മാവൻ ശരിക്കും പറഞ്ഞ ഒരു ഓൾഡ് ബട്ട് ഗോൾഡ് കാറ്റഗറി പെടുന്ന ആളാണ്. അമ്മാവൻ ഏറ്റവും കൂടുതൽ വലിക്കുന്ന ഗോൾഡ് എന്ന് പറഞ്ഞ സിഗരറ്റാണ്. ഈ ഗോൾഡ് അമ്മാവൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മിനി ഗോൾഡായിരുന്ന സമയത്ത്, അതായത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ കൊണ്ട് അമ്മ സിഗരറ്റ് മേടിക്കാൻ പോകുമ്പോൾ കടയിൽ പോകുമായിരുന്നു. അവിടെ വെച്ചൊരു ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് 6 സിഗരറ്റ് മേടിച്ചാൽ ഒരെണ്ണം കുറവാണെന്നും കണ്ട് പറഞ്ഞ് എന്നെ വഴിയിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഇത് തപ്പി പുള്ളി തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ചിന്തിക്കുന്ന അന്നെങ്ങാനും എന്നെ കാണാതെ പോയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ എല്ലാ ഓർമ്മ ദിവസവും ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് ഐ ലോസ്റ്റ് എ ഡയമണ്ട് എന്ന് പറഞ്ഞ അമ്മ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടേണ്ടി വന്നത്. സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് അമ്മാവനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മാവനിപ്പോൾ വീട്ടിൽ അമ്മായിയെ സഹായിക്കുമെങ്കിലും അമ്മാവൻ അടുപ്പിലൂതുക അങ്ങനത്തെ പരിപാടികൾ നടക്കൂല. കാരണം പുക കണ്ടു കഴിഞ്ഞാൽ ഇത് അകത്തോട്ട് വലിക്കാതെ പുറത്തോട്ട് ഊതാൻ അമ്മാവൻ അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അമ്മാവൻ നാളെ ഒരു ദിവസം മരിച്ചു പോവുകയാണെങ്കിൽ, അമ്മാവൻ്റെ അവയവദാനം ചെയ്യുവാണെങ്കിൽ അമ്മാവൻ്റെ ലങ്സ് മാത്രം നമ്മൾ PWDക്ക് വല്ലേ ദാനം ചെയ്യത്തുള്ളൂ. കാരണം അവർക്കാകുമ്പോൾ ഇതിനകത്തുനിന്ന് അത്യാവശ്യം ടാറെടുക്കാം. വേറെ ആർക്കും ഇതിനകത്തൊന്നും ഒന്നും കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷനുള്ള സാധനങ്ങളിൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് കോഫിയും 2ാമത്തത് നിക്കോട്ടിനുമാണ് സിഗരറ്റിലുള്ള. ഈ 1ഉം 2ഉം സാധനങ്ങൾ അകത്തോട്ട് ചെന്നാലാണ് അമ്മാവൻ്റെ 1ഉം 2ഉം സാധനങ്ങൾ സ്മൂത്തായിട്ട് പുറത്തോട്ട് പോകണം. അതായത് അമ്മാവന് ബാത്റൂമിൽ പോകണമെങ്കിൽ സിഗരറ്റ് വലിക്കാതെ പറ്റത്തില്ല. ഈ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള പ്രയോഗം ബാത്റൂമിൽ പ്രയോഗിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മാവൻ. സംഭവം ശരിക്കും രാവിലെയൊക്കെ ഞാൻ കൊച്ചിലൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കാതെ കാപ്പിയും ബിസ്ക്കറ്റും കൂടെ ഒരുമിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് അപ്പുറത്ത് പോകണം അമ്മാവൻ. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണാം കാപ്പിയും കുടിച്ചിട്ട് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അമ്മാവൻ്റെ അടുക്ക പോയി തിരിച്ചിതുപോലെ എന്തെങ്കിലും പറയും. ഞാൻ പറയാറില്ല. ഞാൻ അമ്മാവൻ്റെ അടുക്ക പോയിട്ട് നിന്നിട്ട് അത്യാവശ്യം കിട്ടണ സാധനമൊക്കെ വലിച്ചു കയറ്റിയെടുക്കും. എനിക്ക് പാസി സ്മോക്കിംഗ് പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് വലിക്കാൻ തോന്നി തുടങ്ങി. എനിക്ക് വലിക്കണം എന്നല്ല, അമ്മാവൻ വലിക്കാൻ തോന്നി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പാസി സ്മോക്കിംഗ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് അമ്മാവൻ വലിക്കുന്നതിൻ്റെ അടുക്ക പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പുകയൊക്കെ കൂടെ അടിച്ചിട്ട് ബാത്റൂമിലൊക്കെ സുഖമായിട്ട് പോവാം. പിന്നെ ബാത്റൂമിലിരിക്കുമ്പോൾ എനിക്ക് തോന്നി തുടങ്ങി, ഇവിടെ അമ്മാവൻ കൂടെ ഉണ്ടായിരുന്നു എന്തൊരു സുഖമായിരുന്നു. സംഭവം ഈ ഒരു എപ്പിസോഡ് ഞാൻ ശരിക്കും പുക വലിക്കണ ചേട്ടന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കണത്. ഇവരിത് കണ്ടിട്ട് ഇത് നന്നാവുമെന്നൊന്നും എനിക്ക് തീരെ പ്രതീക്ഷയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി, പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കിങ്സ് വലിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പാക്കറ്റ് കിങ്സ് വലിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 170 രൂപ ചിലവാകും. ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം 5100 രൂപ ചിലവാകും. ഇത് വേറൊരു ആംഗിളിൽ തിരിച്ച് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5100 രൂപ EMI ഇട്ടിട്ട് ക്യാൻസറാണ് നമ്മൾ പലരും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിനി എത്ര അടവുകളുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. പെട്ടെന്ന് അടച്ചു തീർക്കുന്നതനുസരിച്ച് ഇത് പെട്ടെന്ന് തീരും. ഹലോ ഹായ്, ഞാൻ ജോൺജോ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അല്ലേ മഞ്ജു ചേച്ചി? എല്ലാ കളവന്മാരും പറയുന്ന ഒരു കാര്യമാണിത്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത്. ഈ എനിക്ക് പ്രായമാവുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മാത്രമാണ് ഈ ലോകത്ത് ബാക്കി എല്ലാവർക്കും മനസ്സിലാവേണ്ടത്, എനിക്ക് മാത്രമാണ് മനസ്സിലാവാത്തത്. എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു 17 വയസ്സായ +2കാരൻ ജോൺജോണ്. ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം കുഴപ്പമാണ്, എനിക്കാണ് ഈ പ്രായമാണത് മനസ്സിലാവാത്തത്, എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചത്. അല്ല, കഴിഞ്ഞ ദിവസം വീട്ടിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ പെട്ടെന്ന് പേപ്പർ എടുത്തിട്ട് അയ്യോ ഈ ചെക്കൻ മരിച്ചു എന്ന്. ഞാൻ ഓടിപ്പോയി നോക്കി ഇത് ഏത് ചെക്കനാണ് മരിച്ചതെന്നുള്ളത്. നോക്കിയപ്പോൾ അന്തോണി 78 വയസ്സ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ അമ്മ ഇപ്പോൾ 17 വയസ്സായി പ്രീ ഡിഗ്രി ജാൻസി തന്നെയാണ്. അമ്മയുടെ സ്കൂളിൽ ഏതോ സീനിയറാണ് ഈ 78 വയസ്സായ പയ്യൻ എന്ന് പറയുന്നത്.
ഈ 36ാമത്തെ വയസ്സിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ തല വല്ലാത്തൊരു കറക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ഫിറ്റ് ആയി കഴിഞ്ഞിട്ട് വാള് വെക്കുന്നതിന് മുമ്പുള്ള ഒരു കറക്കല്ലേ ബിബിൻ ബ്രോ, അതായത് ഈ കട്ടിലൊക്കെ കറങ്ങണ പോലത്തെ അതുപോലത്തെ കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ പേടിച്ചു. എന്നെ വീട്ടുകാർ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, ഇയർ ബാലൻസ് പോയതാ, പ്രായമാണ് എൻ്റെ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇയാളൊരു മരുന്ന് എഴുതി തന്നു. സംഗതി മരുന്ന് കഴിക്കുമ്പോൾ തലകറക്കം മാറുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഇയർ ബാലൻസ് പോയിട്ട് ഇപ്പൊ എനിക്കൊരു ഉപകാരമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കുപ്പിക്ക് ഷെയർ ഇടാറില്ല. കാലത്ത് ഈ ഇയർ ബാലൻസിന്റെ ഗുളിക കഴിക്കില്ല. 2 ഫുള്ളടിച്ച് ബെഞ്ചത്തിനേക്കാളും ഫിറ്റാണ് ഞാൻ. നമുക്ക് പ്രായമായി എന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാക്കി തരുന്ന പിന്നത്തെ ഒരു കൂട്ടം ആൾക്കാരാണ് ന്യൂ ജനറേഷൻ. ഞാൻ വീട്ടിൽ എൻ്റെ പുസ്തകങ്ങളും പേപ്പറുകളെല്ലാം കൂടി ഇങ്ങനെ അടക്കി പറക്കി വെക്കുന്ന ഒരു ദിവസം എൻ്റെ കസിൻ്റെ മോള് വീട്ടിലേക്ക് വന്നു. ഇവള് വന്നിട്ട് എൻ്റെ അടുത്ത്, ഇവളുടെ പേര് എനിക്കറിയാം പക്ഷെ അത് പറയാനറിയില്ല, അതുകൊണ്ട് ഞാൻ ഇവളെ ജെൻസി മോളെ എന്നാ വിളിക്കാറ്. ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അങ്കിൾ ഞാനും ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു നീ ഹെൽപ്പ് ചെയ്തോ. അപ്പോൾ ഇവൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടി എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കണം. എൻ്റെ കൂട്ടത്തിൽ ഒരു പേപ്പർ എടുത്ത് എനിക്ക് വന്നിട്ട് പറഞ്ഞു അങ്കിൾ ഇത് അങ്കിളുടെ പഴയ ഹിസ്റ്ററി ടെക്സ്റ്റിൽ പേജാന്ന് തോന്നുന്നു, എടുത്തു വെച്ചോളാൻ പറഞ്ഞു. 24/10/1988 എന്നുള്ള ഒരു ഡേറ്റ് കണ്ടപ്പോൾ ഇവള് വിചാരിച്ചത് ഹിസ്റ്ററി ടെക്സ്റ്റിലെ പേജാന്ന്. സംഗതി ഇത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇത് ഹിസ്റ്ററി ടെക്സ്റ്റിലെ ബുക്കാന്ന് വെച്ചിട്ട് ഇവൾ എടുത്തു വെച്ചോളാം എൻ്റെ അടുത്ത് പറഞ്ഞു. മഞ്ജു ചേച്ചിക്ക് ഇത് മനസ്സിലാവാൻ സാധ്യതയില്ല, കാരണം മഞ്ജു ചേച്ചിയുടെ ഒക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് താളിയോലയോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോ ചില സമയത്ത് ഞാൻ വളരെ ഇല്ല അല്ലേ, ചില സമയത്ത് ഞാൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു അമ്മാവനാണ്. ഈ പിള്ളേർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ ഇവളെ വിളിച്ച് കഴിഞ്ഞ ദിവസം വിളിച്ച് ഞാൻ മോളെ അങ്കിൾ ഒരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു പണ്ട് ഒരു മരം വെട്ടുകാരൻ കോടാലിയുമായിട്ട് കാട്ടിലേക്ക് പോയി. അപ്പൊ തന്നെ ഇവളെ എൻ്റെ അടുത്ത് ചോദിച്ചു അങ്കിൾ വാട്ട് ഈസ് കോടാലിന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കഥ മുഴുവൻ ഞാൻ ഇവളുടെ അടുത്ത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ലാത്തതുകൊണ്ട് ഇത് ഇവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. മോളെ പണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ കണ്ടന്റ് ഉണ്ടാക്കി എടപ്പള്ളി ജംഗ്ഷനിൽ പോയി. കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കൽ ഇവളുടെ മൊബൈൽ ഫോൺ കാനയിലേക്ക് പോയി. ഇയാളുടെ മൊബൈൽ ഫോൺ കാനയിലേക്ക് പോയി. അപ്പൊ ഈ ഫോൺ പോയ വിഷമത്തിൽ ഇവൻ കാനയുടെ തെറ്റത്ത് താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാണ്. അപ്പോ ഈ കാനയിൽ നിന്ന് ഒരു കണ്ടന്റ് ദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇവന്റെ അടുത്ത് ചോദിച്ചു മോനെ എന്താ നീ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ ഒരു സാധനം വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടന്റ് ദേവത പറഞ്ഞു എന്നാ ഇവന്റെ വിഷമം കണ്ടപ്പോ കണ്ടന്റ് ദേവത വീണ്ടും കാനയിലേക്ക് പോയിട്ട് ഒരു സിൽവർ പ്ലേ ബട്ടൺ കൊണ്ടുവന്നിട്ട് ചോദിച്ചു മോനെ ഇതാണോ നിന്റെ കാണാതായ സാധനം എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതല്ല എന്റെ കാണാതായതെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളത്തിൽ പോയിട്ട് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ എടുത്തുകൊണ്ട് ഇതാണോ എന്ന് ചോദിച്ചു. ഇതല്ല എന്റെ സാധനം എന്ന് പറഞ്ഞു. പിന്നെയും പോയിട്ട് ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ എടുത്തിട്ട് വന്നു. ഇതാണോ നിന്റെ സാധനം എന്ന് ചോദിച്ചു. അപ്പൊ ഇതല്ല എന്ന് പറഞ്ഞു. ഇവന്റെ സത്യസന്ധത കണ്ട് ഇംപ്രസ്ഡ് ആയ കണ്ടന്റ് ദേവത ഇവന് ഈ 3 പ്ലേ ബട്ടണും കൊടുത്തു, ഒരു കൊളാബ് അടിച്ചു. ഇത്ര ആയപ്പോ തന്നെ ഇവള് ഫുൾ എക്സൈറ്റഡ് ആയി. ഇവൾ എന്റെ അടുത്ത് ചോദിച്ചു അങ്കിൾ ഈ കണ്ടന്റ് ദേവത വരുന്ന കാന എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളെ പണ്ട് ഈ കണ്ടന്റ് ദേവത വന്നതിന്റെ ഓർമ്മയ്ക്ക് ഈ കാനയുടെ തീരത്തായിട്ട് നാട്ടുകാർ ഇന്നൊരു തിയേറ്റർ പണിതുണ്ട്. ഇന്നും തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാ വെള്ളിയാഴ്ചയും ഈ തിയേറ്ററിൽ വരാറുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെല്ലാം കണ്ടന്റ് ദേവതയാന്ന് വിചാരിച്ച് മൊബൈലും പൊക്കി പിടിച്ച് പിന്നാലെ നടക്കാറുണ്ട് എന്നുള്ളത്. നമുക്ക് പ്രായമായി എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുന്നത് ഒരു വീഴ്ച പറ്റിയതിന് ശേഷമായിരിക്കും. മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ആഡം ഗിൽക്രിസ്റ്റ് ഒരു മാച്ചിൽ ഒരു ക്യാച്ച് വിട്ടു. പിറ്റേ ദിവസം ഇയാൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു പണ്ടത്തെ പോലെ പറ്റുന്നില്ല, വിരമിക്കുക എന്നുള്ളത്. അപ്പോൾ 76ാമത്തെ വയസ്സിലും വിരമിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വല്യപ്പൻ എനിക്കുണ്ട്. ഈ വല്യപ്പൻ എന്ന് പറഞ്ഞ ഒരു 6 അടി പൊക്കം വിയറ്റ്നാം കോളനി സിനിമയിലെ റാവുത്തറിന്റെ പോലത്തെ ഒരു ഫിഗറാണ്. ഇയാൾക്ക് ആരോഗ്യം ഉണ്ട് എന്ന് മാത്രമല്ല പറ്റാവുന്നിടത്തൊക്കെ ഈ ആരോഗ്യം ഇയാൾ പ്രകടിപ്പിക്കും. അതായത് ലിഫ്റ്റുള്ള ബിൽഡിംഗ് ആണെങ്കിലും ഒരു 5-6 നില ഇയാൾ ഓടിക്കേറും. ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയാലും നിന്നിട്ട് ആ കമ്പിയിൽ പിടിച്ച് സ്വന്തം ബൈസെപ്സിൽ നോക്കി ഇങ്ങനെ പുളകം കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കും. ആരോഗ്യം എവിടെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവിടെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടി വല്യപ്പനും വല്യമ്മേനും കാണാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഞങ്ങളെ കണ്ടതും വല്യമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. വല്യമ്മ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി വന്നല്ലേ നമുക്ക് ആ ചക്കി ഇട്ടിട്ട് വെട്ടിപ്പൊളിച്ച് വറക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വല്യപ്പന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, മനുഷ്യ പോയിട്ട് ആ ചക്കി ഒന്നിട്ട് ആ പച്ച മാത്രം ഇട്ടുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ള പഴുത്തിടരുത്, അത് വരട്ടാൻ വെച്ചേക്കണ്ട. എന്നിട്ട് വല്യമ്മ ഞങ്ങളെയും കൊണ്ട് അകത്തേക്ക് പോയി ഞങ്ങളൊരു ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ച് തീർന്നില്ല, 2 ചക്ക വീണ സൗണ്ട് കിട്ടും. വല്യമ്മയ്ക്ക് ദേഷ്യം വന്നു. വല്യമ്മ പറഞ്ഞാൽ മനുഷ്യനോട് പറഞ്ഞാൽ പച്ചച്ചക്ക മാത്രം ഇട്ടുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ള പഴുത്തിടരുതെന്ന്. ആദ്യം വീണേക്കുന്നത് പച്ച, രണ്ടാമത് വീണേക്കുന്നത് പഴുത്തതാ. പിന്നെ കുഴപ്പമില്ല, വല്ലാണ്ട് പഴുക്കാത്ത കാരണം ചുളയൊന്നും പുറത്തു വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് വല്യമ്മ എന്നെയും കൂട്ടി ഈ ചക്ക എടുക്കാൻ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ വല്യമ്മ പറഞ്ഞത് കറക്റ്റാ, ആദ്യം വീണത് പച്ച, രണ്ടാമത് വീണക്കുന്നത് വല്യപ്പന. പിന്നെ അധികം പഴുത്തിട്ടില്ലാത്ത കാരണം ചുളയൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. തോട്ടി കൊണ്ട് വലിച്ചെറിഞ്ഞ ചക്കയാണ് ഈ മനുഷ്യൻ അതുമ്മ കയറി കൈ കൊണ്ട് പറിച്ചിടാൻ നോക്കിയത്. അപ്പൊ ഞാൻ ഈ വീണ് കിടക്കണ വല്യപ്പനെ എഴുന്നേപ്പിച്ചെടുത്തിട്ട് ചോദിച്ചു വല്യപ്പ എന്താ പറ്റിയെന്ന് പറഞ്ഞു. ഗിൽക്രിസ്റ്റ് പറഞ്ഞ അതേ കാര്യം വല്യപ്പനും പറഞ്ഞു, പണ്ടത്തെ പോലെ പറ്റുന്നില്ല, വിരമിക്കുകയാണ്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ മായാവി. ഇക്ക, മഞ്ചേച്ചി, മിഞ്ചാട്ട, അതിഥികളെ, കുഞ്ഞിറക്ക നമസ്കാരം. മഞ്ചേച്ചി എന്റെ മൊത്തത്തിൽ നോക്കിക്കേ, എന്റെ കമ്മല് കണ്ടാ, എന്റെ ടാറ്റു അടിച്ചണ്ട, എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തണ്ട,
ഇതിനൊക്കെയുള്ള പൈസ ഞാൻ ഈ ബമ്പർ ചിരിയിൽ നിന്ന് ഉണ്ടാക്കിയതാ. പക്ഷെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇങ്ങോട്ട് വരാൻ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ബമ്പർ ചിരിയുടെ ഫ്ലോർ ഭയങ്കര നല്ല ഫ്ലോറാ. നമ്മുടെ ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസിന് കണ്ടന്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില യൂട്യൂബർമാർക്ക് ഊറ്റാനുള്ള കണ്ടന്റൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർ വീഡിയോ ഇടുന്നതുകൊണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്നു. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ഉണ്ണാക്കന്മാർ യൂട്യൂബിനെതിരെ വല്ലതും പറയുമോ? ഇല്ല, അത്താഴം മുടങ്ങും, ചിക്കിലി കിട്ടത്തില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് യൂട്യൂബിലാണെന്നാ. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് രാഷ്ട്രീയത്തിലാണെന്നാ. കാരണം ഞങ്ങളുടെ വീട്ടിൽ അതിർതർക്കം. അച്ഛൻ പറയുമ്പോൾ നമുക്ക് മെമ്പറെ കാണാൻ പോകുന്നു. APL കാർഡ് BPL ആക്കണം. അച്ഛൻ പറയുമ്പോൾ നമുക്ക് മെമ്പറെ കാണാൻ പോകുന്നു. ഒരു ദിവസം അച്ഛൻ പറഞ്ഞ അച്ഛന് മൂലക്കുരു. ഞാൻ പറഞ്ഞ വാച്ച് നമുക്ക് മെമ്പറെ കാണിക്കാം. അന്നേരം അച്ഛൻ പറഞ്ഞു, മോളെ ജനങ്ങളുടെ പിന്നാമ്പുറം കാണാനല്ല രാഷ്ട്രീയക്കാരിരിക്കുന്നത്, പൊതുകാര്യങ്ങളിൽ ഇടപെടാനാണ്. നോട്ട് ദ പോയിന്റ്. മഞ്ചേച്ചി, ഈ കൊടിയുടെ നിറവും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ആസ്വദിക്കാനാണെങ്കിൽ രാഷ്ട്രീയം അടിപൊളി ഒരു കണ്ടന്റാ. നമ്മൾ എല്ലായിടത്തും ജോലിക്ക് കയറുമ്പോൾ നമ്മൾ പറയും കയറി എന്ന് പറയും. ഇപ്പം ടീച്ചറായിട്ട് സ്കൂളിൽ കയറി, സിനിമയിൽ കയറി, സീരിയലിൽ കയറി. രാഷ്ട്രീയം മാത്രം നമ്മൾ പറയും ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന്. അല്ല, കിണർ പണിക്കും പറയും കേട്ടോ. രണ്ടും ഒരുമാതിരി കലക്കവെള്ളത്തിലൊരു പരിപാടിയാണല്ലോ. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് രാഷ്ട്രീയക്കാർ ഭയങ്കര പഞ്ചപാവങ്ങളാണ് ചേച്ചി. ഇപ്പം നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ മരിച്ചു പോയി, അവരും ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ലെന്ന്. പക്ഷെ രാഷ്ട്രീയക്കാരെ സമ്മതിക്കത്തില്ല. പണ്ട് ചത്തു എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ ഇപ്പോഴും സ്കൂളിൽ വോട്ടിടാൻ വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടെ. ഇതൊന്നും അറിയാതെ എല്ലാ കർക്കിടവാനും 2 ഉരുള ഉരുട്ടി വെച്ചിട്ട് കൈ കൊട്ടുന്ന 2 മൊണ്ണകൾ വീട്ടിൽ വേറെ. അവിടെ കാക്ക വോട്ടൊരു മൈന പോലും വരുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പം എൻ്റെ അമ്മൂമ്മയോട് വോട്ടിടാൻ വരുമായിരിക്കും. പണ്ട് ഒരു സ്ഥാനാർത്ഥി വോട്ട് വയ്ക്കാൻ വീട്ടിൽ വന്നപ്പോഴേ കല്ലിൽ പാക്കിടിച്ചോണ്ടിരുന്ന എൻ്റെ അമ്മൂമ്മയോട്, ഇങ്ങനെയൊക്കെ ഇടിച്ചോണ്ടിരുന്നാൽ മതിയാ, ഞാനൊന്ന് ജയിക്കട്ടെ, പാക്കിടിക്കഞ്ഞ് മിഷൻ ഇറക്കുമെന്ന്. ഈ തള്ളത് കേട്ട പതി കേൾക്കാത്തത് കല്ലെടുത്ത് കാട്ടിക്കളഞ്ഞു. അവസാനം കല്ലും ഇല്ല മിഷനും ഇല്ല എന്ന് പറഞ്ഞു പാക്ക് തൊണ്ടേ കുടുങ്ങിയ പാവപ്പെട്ടോള് ചത്തത്. അപ്പൊ പിന്നെ ചിലപ്പോ അവിടെ വോട്ടിടാൻ അവര് വരുന്നുണ്ടായിരിക്കും. ഇക്ക ഇടതാണോ വലതാണോ? എന്താ വെട്ടി വീർക്കുന്നേ? ഇക്ക ഇടത് കൈ കൊണ്ടാണോ പടം വരയ്ക്കുന്ന വലത് കൈ കൊണ്ടാണോ? ഞാൻ പബ്ലിക്കായിട്ടൊക്കെ രാഷ്ട്രീയം ചോദിക്കുമോ? ചേടാ, ഞാൻ ആരോടാ ചോദിക്കുന്നത്? പാർലമെന്റിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഏതാന്ന് ചോദിച്ചാൽ ഇവൻ പറയും ബാഹുബലിയിലെ പിങ്കളദേവന്റെ കൊട്ടാരം. അത്ര കണ്ട അവന്റെ രാഷ്ട്രീയം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ ഉടനെ ആളുകൾ പറയുന്നൊരു കാര്യമാണ് അഴിമതി. രാഷ്ട്രീയത്തിൽ മാത്രമല്ല മഞ്ചേച്ചി, എല്ലായിടത്തും അഴിമതി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ തന്നെ എന്നെ ഒന്ന് നോക്കിക്കുക, എൻ്റെ മുഖത്ത് ഇക്ക കണ്ണാടി വെച്ചിട്ട് നോക്കണേ. അതായത് ഇത് മൊത്തം മേക്കപ്പ് ആണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ? എങ്കിൽ അല്ല. നമ്മുടെ മേക്കപ്പിൽ രതീഷ് ചേട്ടൻ മഞ്ജു ചേച്ചി തുടച്ചിട്ടുള്ള ഏതോ നാപ്പിനിട്ട് ഉരച്ച് വിട്ടതാ. എന്നിട്ട് എൻ്റെ മേക്കപ്പിന്റെ പൈസ പുള്ളി മുക്കി. അപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് അഴിമതി. ഞങ്ങളുടെ നാട്ടിൽ ചായക്കട നടത്തുന്ന ശശിചേട്ടനുണ്ട്. പുള്ളിയുടെ ചായക്കടയിൽ എപ്പോഴും ചർച്ച അഴിമതി, രാഷ്ട്രീയം. പുള്ളി എപ്പോഴും പറയും അഴിമതി വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. ആരായി പറയുന്നേ? ഒരു പഴയ 7 കീറി അതെടുത്ത് 1.5 സ്പൂണ് മാവിൽ മുക്കി 1/2 ഔൺസ് എണ്ണയിലിട്ടിട്ട് പുള്ളി പറയുന്ന അഴിമതി ഈ നാട്ടിൽ ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ലെന്ന്. വെച്ച് ഉറപ്പിക്കേണ്ട വണ്ടിക്കൂലി കൊടുത്തുവിടും, അഴിമതി എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ. നമുക്ക് പെട്രോളിന് വില കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ 100 രൂപയ്ക്ക് അടിക്കത്തുള്ളൂ. ഈ പാവപ്പെട്ട നമ്മളൊരു വണ്ടി എടുത്ത് എൻ്റെ പൊന്നു പോയും ചേട്ടാ, അതിന് VAT, GST, ടാക്സ് എല്ലാം കൊടുത്ത്, റോഡ് ടാക്സും കൊടുത്ത് നമ്മൾ ഇറക്കും. എന്നിട്ട് വേണ്ട അരൂർ പാലത്തിൽ ചെല്ലുമ്പോൾ കുറുകെ ഇരിക്കുന്ന കമ്പി പൊക്കണമെങ്കിൽ ആ പാലം പണിഞ്ഞ പൈസ നമ്മൾ കൊടുക്കണമെന്ന് കൊടുക്കാം. എന്നിട്ട് കുറെ അപ്പുറത്ത് വെച്ചിരിക്കുകയാണ് പാലം പണിക്ക് ഫണ്ട് അനുവദിച്ച MLAക്ക് അഭിനന്ദനങ്ങൾ. ഇത് ജനസേവനമല്ലേ, അത് കടമയല്ലേ? അങ്ങനെയാണ് ഞാൻ എൻ്റെ തന്തപ്പെട്ട കഴുത്തി കൊണ്ട് കെട്ടി തൂക്കണ്ടേ? എനിക്ക് ഇതുവരെ എന്ന എനിക്ക് ചെലവിനെന്ന എൻ്റെ അച്ഛന് എല്ലാവരുടെ അഭിനന്ദനങ്ങൾ. അതിൻ്റെ ആവശ്യമില്ല. ഇത് ജനസേവന പരിപാടിയല്ലേ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ വീഞ്ചേട്ടാ, കഴിഞ്ഞ ഗ്രാമസഭ കൂടി ഇപ്പം ഞങ്ങളുടെ മെമ്പർ പറഞ്ഞു വേനൽക്കാലത്ത് ഈ പഞ്ചായത്തിൽ ആരും വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടരുത്, അതുകൊണ്ട് എല്ലാവരും പറമ്പിൽ മഴക്കുഴി ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ മെമ്പറിനെ അനുസരിച്ച് എല്ലായിടത്തും മഴക്കുഴി വെട്ടി. അവസാനം ദേടാ കുത്തി ഒലിച്ച് മഴ വന്നപ്പോൾ കുഴി ഏതാ കിണർ ഏതാന്ന് കാണാൻ വയ്യ. പിന്നെ ആ മനുഷ്യനെ ഞാൻ കാണുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഞ്ഞിയും പേറും മേടിക്കാൻ ക്യൂ നിന്നപ്പം. അന്ന് പുള്ളി വന്ന് ഞങ്ങളുടെ അടുത്ത് പറയുക, അതെ ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ എടുത്ത് കഴിക്കും, ബുഫേ സിസ്റ്റമാണ്. തീർന്നില്ല, അവിടെ തുണി കൊടുക്കുന്നിടത്തുനിന്ന് അവിടെ നിന്ന് വരണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാകമുള്ള നോക്കിയെടുക്കും കേട്ടോ, ഇഷ്ടമുള്ള തുണി നോക്കിയെടുക്കാന്ന്. പറച്ചിലാട്ടൊന്നും കർക്കിടകത്തിലെ ആടിമാസ കിഴന്റെ പരസ്യം പറയുന്ന പൃഥ്വിരാജാണ്. ഇവിടെ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായി. ഇതിനെപ്പറ്റി പിടിക്കാൻ കുറച്ചു പേരെ ഇംഗ്ലണ്ടിൽ പോയെന്ന് മഞ്ചേച്ചി. എനിക്കറിയത്തില്ല ഇവിടെ വെള്ളപ്പൊക്കം ഇംഗ്ലണ്ടിൽ പോകുന്ന എന്തിനാന്ന്. അവിടെ ഉള്ളവർക്ക് വെള്ളമല്ല ടിഷ്യൂനോടാ താല്പര്യം. അത് ഇവർക്കിട്ട് അറിയത്തുമില്ല. പിന്നെ ജനങ്ങളിലൊക്കെ ഇറങ്ങി വരാനുള്ള ഒരു അടുത്ത വഴിയാണ് ബോധവൽക്കരണം. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ചെയർപേഴ്സൺ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നമ്മൾ സ്ത്രീകൾ പുരുഷന്മാരുടെ കണക്ക് എപ്പോഴും പകല് നമുക്ക് സമത്വം വേണം, ഇറങ്ങി നടക്കണം, അതിനു വേണ്ടിയിട്ട്
വൈകിട്ട് കൂത്താട്ടുകുളത്ത് 6:30 മനുഷ്യച്ചെങ്ങലുണ്ട്, എല്ലാവരും വരണം. മായ അമ്മയും വരണ്ട, തീരുമ്പോൾ രാത്രി 12 മണിയാവും. അവിടെ പൊട്ടി ചെങ്ങലയുടെ 2 കണ്ണി. പിന്നെ രാഷ്ട്രീയക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഏറ്റവും വലിയൊരു അമ്പാണ് ജാതി ചോദിക്കാനും പറയാനും പാടില്ല. ഞങ്ങളുടെ മെമ്പർ എപ്പോഴും പറയും, മായ ജാതി ചോദിക്കാനും പറയാനും പാടില്ല. ഇനി ആരെങ്കിലും ജാതി ചോദിച്ചാൽ അതൊരു മരമെന്ന് പറയണോ? അത് ഏത് മരം? നിങ്ങളുടെ വീടിന് അപ്പുറമുള്ള സുകുമാരൻ നായർ പറമ്പിക്കുന്ന മരമൊന്നും വലിച്ച്. ഇനിയിപ്പം മതത്തെ പറ്റി പറയുന്ന രാഷ്ട്രീയത്തിൽ മതമില്ല. മതം രാഷ്ട്രീയത്തെ തുടച്ചു കളഞ്ഞിട്ടുണ്ട്. മതം ആരെങ്കിലും ചോദിക്കണം പറയണം മഞ്ചേച്ചി, അത് ആനയ്ക്ക് വരുന്നൊരു രോഗമാണ്. ഞാൻ പറഞ്ഞ എനിക്കറിയാം ചക്കക്കൊമ്പിന് വരുന്ന ഇല്ലടി, നമ്മുടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ ആനയ്ക്ക് വരുമെന്ന്. ഉണ്ട ഇയാൾ എന്തോ പറഞ്ഞിട്ട് ഈ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മഞ്ചേച്ചി, സ്ത്രീകളായ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നെ ആരും ഭരിക്കാൻ വരണ്ട, എന്നെ ആരും ഭരിക്കാൻ വരണ്ടെന്ന്. ഞങ്ങളാരും ഭരിക്കാൻ വരണ്ടെന്നേ ഉള്ളൂ, ഞങ്ങൾക്കൊന്ന് ഭരിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ടല്ലോ മഞ്ചേച്ചി. രാഷ്ട്രീയത്തിൽ പൊതുവെ സ്ത്രീ സാന്നിധ്യം ഭയങ്കര കുറവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയരുതെന്ന് പറയരുത്. ഇതിപ്പോൾ എത്രാമത്തെ സീസണാ? എത്ര എപ്പിസോഡായി? ആരാ ഇവിടെ ഭരിക്കുന്നേ? പിന്നെ എങ്ങനെ നന്നാവാതിരിക്കുന്നു? ഞങ്ങളൊന്ന് ഭരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യം ഞങ്ങൾ നിർത്തലാക്കുന്ന ഉടുമുണ്ടായിരിക്കും. എല്ലാത്തിനും കൊണ്ട് പാൻറ് ഇടിക്കൂടാ. പിന്നത്തെ നിയമസഭയ്ക്ക് ഇവന്മാർ എന്തോക്കി കാണിക്കും, ഇവന്മാർ എന്തോ അടിച്ച് വഴക്കുണ്ടാക്കും. രണ്ടാമത് ഞങ്ങൾ നിർത്താൻ പോകുന്നത് ഇക്കായെ ഞങ്ങൾ പാർട്ടി നിർത്തലാക്കും. രാഷ്ട്രീയ പാർട്ടി അല്ല, കല്യാണം കഴിഞ്ഞുള്ള പാർട്ടി, ബർത്ത്ഡേ കഴിഞ്ഞുള്ള പാർട്ടി, ബാച്ചിലർ പാർട്ടി, മദ്യം ഞങ്ങൾ നിരോധിക്കും. കാരണം ഇവിടെ കുടിവെള്ള ക്ഷാമമുണ്ട്, അതാരും അറിയുന്നില്ല. കുടിവെള്ള ക്ഷാമത്തിന്റെ കാര്യം ഒരു മനുഷ്യർ എല്ലാവർക്കും മദ്യത്തിനാണ് ഒരു കുഴപ്പമില്ല. മഞ്ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ബീവറേജിന്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ കുടിവെള്ളത്തിന് ഒരു ക്ഷാമമില്ല. അരിക്കലത്തിൽ ഒഴിക്കാനിട്ട് വെള്ളം ഇല്ലതാനും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഇപ്പോഴത്തെ ആളുകൾ നടക്കുന്നല്ലേ സ്ത്രീ സുരക്ഷ വേണം, സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞാൽ നമ്മൾ നടക്കത്തില്ല അല്ലേ മഞ്ചേച്ചി? കാരണം എന്താ, എല്ലാത്തിനും പിടിച്ച് പെരക്കാത്ത ഏറ്റുവാ. പിന്നെ ഞങ്ങളുടെ ലോകമാണ്. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ സംരക്ഷണം? ഞങ്ങൾ തളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് മഞ്ചേച്ചി, ഈ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഈ പാർട്ടിക്കാർ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. എടാ ഇടി കോട്ടയത്തൊരു തുരുമ്പെടുത്ത സാധനം കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഇക്കല്ലടാ, ആകാശപാത. മഞ്ജു ചേച്ചി, ആകാശപാത. ഇത് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് പോകാനും വരാനും വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. ഇപ്പൊ അതവിടെ ഉള്ളതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ബ്ലോക്ക്. സത്യം. ഇതൊന്നും മനുഷ്യർക്ക് അറിയണ്ട മഞ്ജു ചേച്ചി. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്, ഭർത്താവ് മരിച്ച സ്ത്രീകൾ സാരി ഉടുക്കുമ്പോൾ വയറ് കാണുന്നുണ്ടോ? മഞ്ജുപിള്ളയുടെ മോളെന്താ മോഡലിങ്ങിന് നൈറ്റ് ഇടാതിരുന്നേ എന്ന് വെച്ചാ പഞ്ചായത്തിനറി വെള്ളം എടുക്കാൻ പോവാണല്ലോ മഞ്ജുപിള്ളയുടെ മോള്. പക്ഷെ എങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു പുച്ഛവാ. അതായത് ഇപ്പൊ രാജപ്പൻ എന്ന് പറഞ്ഞാൽ അവര് പറയാം രായപ്പൻ, മഫിൻസ് കാണിച്ചാൽ അവര് പറയും പൂക്കേക്ക്. ഇപ്പൊ കോട്ടയം നസീറൊക്കെ കാണുമ്പോൾ ആളുകൾ പറയും ഉണ്ടാസ്. അല്ല, അങ്ങനെ ഒരു വട്ടപ്പേരാ. രാഷ്ട്രീയത്തിന് നല്ല പേരുകളുണ്ട്, എന്നാൽ ഇവര് കാ കൂ സാ എന്നൊക്കെ പറയത്തുള്ളൂ. എപ്പോഴും യുവതലമുറപ്പെട്ടൊരു ചെക്കനോട് ഞാൻ ചോദിച്ചേടാ രാഷ്ട്രീയത്തിലെ പറ്റി നിങ്ങൾക്ക് എന്നാന്ന്, ഇല്ല ചേച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണമെങ്കിൽ ഞങ്ങള് റാപ്പറാവുക. സ്വന്തം പാൻറ്റിന്റെ സിബ് പൊട്ടി അമ്മയുടെയും പെങ്ങളുടെയും പറയും ഒരു പിന്നതാന്നും പറഞ്ഞ് നടക്കുന്നവനാ അവൻ. പ്രതികരിക്കാൻ റാപ്പറാവുമെന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് രാഷ്ട്രീയം ഇല്ലെന്ന്. എൻ്റെ പൊന്നിക്ക, പണ്ട് 18ാമത്തെ വയസ്സ് അച്ഛൻ എന്നെ പിടിച്ച് അവിടെ കൊണ്ടാക്കിയിട്ട് മോളെ കുത്തി പാർട്ടിയിൽ. ഞാൻ കുത്തി. അന്ന് അത് ജയിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ആ പാർട്ടിയാണോ ഭരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അന്ന് ആകെ ഉണ്ടായൊരു ബുദ്ധിമുട്ട് ക്യൂടെക്സ് അടിക്കാൻ, എന്നിട്ട് ഇവിടെ ചെറിയൊരു കറുത്ത പാട് വന്നു. അല്ലാതെ എനിക്കൊരു രാഷ്ട്രീയം ഇല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങും തുറന്ന് പറയാൻ പാടില്ല. എൻ്റെ ബെസ്റ്റ് എക്സാമ്പിള്, കഴിഞ്ഞ ദിവസം ഡയറക്ടറിനോട് ചോദിച്ചു മായ ഇത്തവണത്തെ സ്റ്റാൻഡപ്പിൻ്റെ കണ്ടന്റ് എന്ന് വന്നു. ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയാവോ സാറിന്? പുള്ളി പറഞ്ഞു ഞാൻ പറയത്തില്ല, നിനക്ക് വേണമെങ്കിൽ മനോരമ ന്യൂസിൽ ചെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തെ പറ്റി ഞാൻ അധികമായിട്ട് ചോദിക്കുന്നു പറയുന്നു ഒന്നുമില്ല. അപ്പം ഞാൻ ഇക്ക, ചേച്ചി, പിഞ്ചേട്ടാ, കൊച്ചിറക്ക, ഞാൻ 2-3 ഷെഡ്യൂളിന് ഉണ്ടായിരിക്കത്തില്ല. ബൈ ദ ബൈ ഞാൻ എയറിലേക്ക് പോകുന്നു. താങ്ക് യു. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ് ആമ, തവള, താറാവ്, പിന്നെ കുട്ടനാട്ടുകാർ. ഞാനും ഇതിനകത്തൊരു ജീവിയാണ്. എൻ്റെ പേര് മാധവനയാർ. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്നു. കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ചെളിയും വെള്ളമൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ചെളിക്ക് ഇപ്പം നല്ല കുറവുണ്ട്, കാരണം കുറേയൊക്കെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു മാറ്റവും ഇല്ല. കാരണം സാധാരണ ആൾക്കാർക്ക് മഴവെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസാണ്, പ്രേമമാണ്. പക്ഷെ നമ്മൾ കുട്ടനാട്ടുകാർ ഈ റൊമാൻസിനെ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്തു. നമ്മളിത് പ്രേമത്തിൽ നിർത്തിയില്ല, നമ്മൾ കല്യാണം കഴിച്ചു. അത് കാരണം ഇതിപ്പോൾ ഫുൾ ടൈം നമ്മുടെ വീട്ടിലുണ്ട്. ഒരു കാമുകി ഭാര്യയായിട്ട് മാറിയതിൻ്റെ എല്ലാ സ്വഭാവ വ്യത്യാസങ്ങളും ഈ മഴ നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ കൊച്ചിലെ കുളം കര എന്ന് പറഞ്ഞ കളി കളിച്ചിട്ടുണ്ടായിരിക്കും. കളിച്ചിട്ടില്ലേ? നമ്മളൊരു വട്ടം വരയ്ക്കും, അതിനകത്ത് കുളം, പുറത്ത് കര, കുളം,
കര കര കുളം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചിലെ കളിച്ച ചെറിയൊരു കളിയായിരിക്കും. നമ്മൾ കുട്ടനാട്ടുകാർക്ക് ഇത് സർവൈവലിനുള്ള ട്രെയിനിങ് ആണ്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പോട്ടെ നോക്കി, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വഴക്ക് നടന്നു, അതിന് നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു വഴക്ക് നടന്നിട്ട് അതിൻ്റെ അടി നമ്മൾ തന്നെ കൊള്ളണം എന്നുള്ള അവസ്ഥയാണ് കുട്ടനാടിൻ്റെ. അതായത് കുട്ടനാട്ടിൽ മഴ പെയ്താലും പുറത്ത് എവിടെ മഴ പെയ്താലും ഈ വെള്ളം എല്ലാം കൂടെ ലാസ്റ്റ് കുട്ടനാട്ടിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ മെയിൻ കാരണം കുട്ടനാട് സമുദ്രനിരപ്പിനെക്കാട്ടിൽ 220 സെൻറ്റിമീറ്റർ താഴെയാണുള്ളത്. നമ്മൾ മാത്രം കേരളത്തിൽ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ മാത്രം എങ്ങനെയാണ് ഈ കുഴിക്കകത്തായിപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം സമീപ ജില്ലകൾക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പം എൻ്റെ ബലമായ സംശയം കോട്ടയം പത്തനംതിട്ട ഭാഗത്തുള്ള ആൾക്കാർ ഇവിടുന്ന് പണ്ടേ മണ്ണ് പൊക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നസീർക്കയുടെ പ്രായം പരിഗണിച്ച് നോക്കുമ്പം കോട്ടയം ഭാഗത്തോട്ട് മണ്ണ് കടത്തിൽ നസീർക്ക് കൊണ്ടുവന്നു എന്നുള്ള സംശയം. പക്ഷേ അതിനെപ്പറ്റി ചരിത്രം അന്വേഷിക്കാൻ വേണ്ടി, ചരിത്രം പഠിക്കാൻ വേണ്ടി ഞാൻ കുറെ ചരിത്രം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, പണ്ട് ആലപ്പുഴ കാണാൻ വന്ന കേഴ്സൺ പ്രഭുവാണ് ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത്. ഇറ്റലി കിടക്കുന്ന വെനീസ് എങ്ങനെയാണ് ആലപ്പുഴ പോലെ ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ വെനീസിന് അടിച്ചു നോക്കിയപ്പോൾ വെനീസ് ഒരു കിടില സെറ്റപ്പ് രാജ്യം, അടിപൊളി സ്ഥലം. ഇതെങ്ങനെ ആലപ്പുഴയായിട്ട് ഇതിന് ആകെയുള്ള സാമ്യം അവിടെയും കുറേ വെള്ളവും ബോട്ടും ഉണ്ട്, ഇവിടെയും കുറേ വെള്ളവും ബോട്ടും ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ബലമായ സംശയം എന്ന് പറഞ്ഞാൽ മിക്കവാറും കേഴ്സൺ പ്രഭു ആലപ്പുഴ കാണാൻ വന്നപ്പോഴും ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നായിരിക്കണം. പുള്ളി ഇതിൻ്റെ അടിയിൽ എന്താണുള്ളതെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളിക്ക് നോക്കിയപ്പോൾ കുറേ വെള്ളവും ബോട്ടും. അപ്പോൾ പുള്ളി അടുത്ത് നിന്നാളോട് പറഞ്ഞു, ചേട്ടാ ഇത് കണ്ടിട്ട് വെനീസ് പോലെ ഇരിക്കണല്ലോ. അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞാൽ ബിപിൻ ജോർജ് സമ്മതിക്കണമല്ലേ, പുള്ളിക്കാരനെ സമ്മതിച്ചു കാണും. ഇതിപ്പോ കേഴ്സൺ പ്രഭു പറഞ്ഞത് പോട്ടേന്ന് വെക്കാം. ഈ ഇടയ്ക്ക് നമ്മുടെ വെള്ളപ്പൊക്കത്തിനിടയിൽ അതിലെ പോയ കാർത്തിക് സൂര്യ വ്ളോഗിൽ ചോദിച്ചു, ഗായ്സ് ഇതെന്താ അമ്യൂസ്മെന്റ് പാർക്കോ എന്ന്. എനിക്ക് വിഷമമായി, കാരണം നമ്മൾ ജീവിക്കേണ്ട സ്ഥലത്തിനെ പറ്റി ഒരാൾ അങ്ങനെ പറയാന്ന് ഓർക്കും. പക്ഷെ ഈ അടുത്ത് കാർത്തിക് സൂര്യ വേറൊരു വീഡിയോ ഇട്ടു. കാർത്തിക് സൂര്യ കോടികൾ മുടക്കി പണിയുന്ന വീടിന്റെ 3ാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂള് കാണിക്കുന്ന വ്ളോഗ്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ഞാൻ അത് കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ കട്ടിലിനടിയിൽ വെള്ളമാണ്. കാർത്തിക് സൂര്യക്ക് വെള്ളം കാണണമെങ്കിൽ 3 നില മേളിൽ കയറി പോകണം. എനിക്ക് 2 തവണ കട്ടിലെ കിടന്ന് ഉരുണ്ടാ മതി, നേരെ വെള്ളത്തിൽ വീഴും. പക്ഷെ അയ്യോ ഉരുണ്ടാ മതി, ചെറുതായിട്ട് മറന്നുപോയി, മോട്ടിവേഷൻ ഉരുണ്ടാ മതി. അയ്യോ നോക്കണോ? കാർത്തിയുടെ ശാപ അല്ലേ? ഇല്ല, ഇതുപോലെ തന്നെ പല ഗുണങ്ങളും ഉണ്ട്. അതായത് ഇപ്പൊ ചില ആൾക്കാർ ഇതുപോലെ ഷോ കാണിക്കാൻ വേണ്ടി വീട്ടിൽ വലിയ അക്വേറിയൊക്കെ പണിത് വെക്കും. നമുക്ക് കുട്ടനാട്ടുകാർക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ വീട് തന്നെ അക്വേറിയാണ്. നമ്മൾ ഓൾറെഡി അക്വേറിയത്തിനകത്താണ് താമസിക്കുന്നത്. കുട്ടനാടിന് ഇതുപോലെ കുറെ പ്രത്യേകത ഉണ്ട്. അതായത് കേരളത്തിൽ എവിടെയും ടാറിട്ട തോട് ആകെപ്പാടെ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടനാടി മാത്രമാണ്. കുട്ടനാടിന്റെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാക്കി ഒരു സ്ഥലങ്ങളിൽ അവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരു ലോറിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും. പക്ഷെ നമ്മൾ കുട്ടനാട്ടിൽ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരു ലോറി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. സംഭവം നമ്മൾ ഇത്രയും വെള്ളത്തിൽ ചുറ്റും വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ബോട്ടാണ്. നിങ്ങൾ പലരും റീൽസിലൊക്കെ കുട്ടനാടിനെ പറ്റിയുള്ള റീൽസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ബോട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ പോണത്. അത് സ്ലോ മോഷൻ അല്ല, ബോട്ട് ശരിക്കും പോണ സ്പീഡാണ്. കാരണം ബോട്ടിന് ശരിക്കും അത്രേ സ്പീഡേ ഉള്ളൂ. ബോട്ടിന് ഏറ്റവും വലിയ സ്പീഡ് കുറവാണെന്നുള്ളതാണ്. ഈ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ജെറ്റ് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ കുട്ടനാട്ടുകാർക്ക് ജെട്ടി ലാഗാണ് അടിക്കണം. കാരണം ഒരു ജെട്ടിയിൽ നിന്ന് അടുത്ത ജെട്ടിയിലോട്ട് ബോട്ട് പോകാനെടുക്കുന്ന സമയം എനിക്കൊന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ടിനിയും ജീവിച്ചു പോകണമെങ്കിൽ, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ ശരിയാണെങ്കിൽ ഒരു 500 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടുകാർക്ക് ചെതുമ്പലൊക്കെ മുളച്ച് നമ്മൾ മത്സ്യകന്യകന്മാരായിട്ട് മാറും. ലുങ്കിയൊക്കെ എടുത്ത് ബീഡിയും വലിച്ചിരിക്കണ മത്സ്യകന്യകന്മാരായിരിക്കും ആലപ്പുഴയുടെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ. സംഭവം ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലും നമ്മൾ കുട്ടനാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അതിൽ ചില ആൾക്കാർ എത്ര വെള്ളം കയറിയാലും ഞാൻ എൻ്റെ നാട് വിട്ട് പോകില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. 2018 അത്രയും വെള്ളം കയറിയിട്ട് രക്ഷാപ്രവർത്തകർ വീട്ടിൽ ബോട്ടും കൊണ്ട് വന്നിട്ടും ഞാൻ എൻ്റെ നാട് വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് സാറ്റ് കളിക്കുന്ന പോലെ പോയി പാത്തിരുന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ. 2 ആഴ്ച കഴിഞ്ഞ് വെള്ളം ഇറങ്ങി ബാക്കി എല്ലാവരും തിരിച്ചു വന്നു. പക്ഷെ അമ്മാവനെ സാറ്റ് അടിക്കാൻ മാത്രം ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷെ സംഭവം ഇതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലൊരു പ്രശ്നം വരുമ്പോഴാണ് ആ നാട്ടുകാരെല്ലാവരോടും ഒരുമിച്ച് നിൽക്കണം.
ദൈവം സഹായിച്ച് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ദാരിദ്ര്യത്തിൽ മുണ്ട് മുടുക്കി കൊടുത്തിട്ട് മുന്നോട്ട് പോകണം അല്ലെ. കുറച്ച് വെള്ളം കയറി കഴിഞ്ഞാൽ മുണ്ട് പൊക്കി കൊടുത്തിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. താങ്ക് യു. ഹലോ ഹായ്, എൻ്റെ പേര് ജോൺ ജോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഇത് നമ്മൾ ഡെയിലി 1 വീതം 3 നേരം കേൾക്കുന്നുണ്ട്. ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന അലക്സ, സിറി ഒക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി. വേറെ ഒന്നുമില്ല, ഈ അലക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കസാരയിട്ട് ഇരുന്നിട്ട് അലക്സ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അലക്സ പാട്ട് പാടും, ലൈറ്റ് ഇടാൻ പറഞ്ഞാൽ ലൈറ്റ് ഇടും, ഫാൻ ഇടാൻ പറഞ്ഞാൽ ഫാൻ ഇടും. നമ്മുടെ നാട്ടിൽ ഇത് എത്തിയിട്ട് അധികം കാലമായിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ ഇത് വളരെ പണ്ടുണ്ട്. പേര് ജാൻസി അഥവാ എൻ്റെ അമ്മ. എൻ്റെ അപ്പൻ ഒരു കസാരയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും, ജാൻസി ആ ടി വിയുടെ റിമോട്ട് എടുത്ത്. അമ്മ എടുക്കും. ജാൻസി ആ ഫാനിന്റെ സ്വിച്ച് ഇടും. ചില സമയത്ത് ഈ അലക്സ പരിധിക്ക് പുറത്തായിരിക്കും. വേറെ ഒന്നുമില്ല, മുറ്റത്ത് വല്ല ചെടി നടേ, മുളക് നനയ്ക്കേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ സമയത്ത് എൻ്റെ അപ്പൻ ജാൻസി എന്ന് വിളിക്കും. അപ്പോൾ ഈ അലക്സ പ്രതികരിക്കില്ല. അപ്പോൾ അവൻ ജാൻസി എന്ന് വിളിക്കും. അപ്പോൾ ഇത് പറമ്പിൻ്റെ അറ്റത്തുനിന്ന് ഓടി വരും. അപ്പോൾ അപ്പം പറയും, പുറന്ന് ചൊറിഞ്ഞു. എൻ്റെ അമ്മ പുറം ചൊറിയും. കുറച്ചു കാലം മുമ്പ് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ വീട്ടിൽ ഈ അലക്സയ്ക്ക് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇതുപോലെ പറമ്പിൻ്റെ അറ്റത്തുനിന്ന് ഓടി വന്ന് എൻ്റെ അപ്പൻ്റെ പുറം ചൊറിഞ്ഞിട്ട് പോകണം അമ്മയുടെ അടുത്ത്. സോഫയിൽ കിടന്ന് TV കാണാൻ ഞാൻ പറഞ്ഞു, അമ്മ ആ ഫാൻ്റെ സ്വിച്ച് ഇട്ടേന്ന്. അമ്മ ഇങ്ങോട്ട് വന്നു, എനിക്ക് ഒരെണ്ണം തന്നു. എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിട്ടിടാ, മനസ്സിലായില്ലേന്ന്. ഈ ഒരു ഒറ്റടിയിൽ എൻ്റെ കണ്ണ് തുറന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്കും സ്വന്തമായിട്ടൊരു അലക്സ വേണം. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പൊ എൻ്റെ വീട്ടിൽ 2 അലക്സ ഉണ്ട്. ഒന്ന് ജാൻസി അഥവാ എൻ്റെ അമ്മ, 2 മുത്തുമണി അഥവാ ജോൺ ജോ. ഇവള് വന്നു തുടങ്ങിയിട്ടുള്ള ആജ്ഞാപിക്കലാണ്. മുത്തുമണി മുത്തുമണി വാതിലടച്ചേ, ഞാൻ വാതിലടയ്ക്കും. മുത്തുമണി ഫാൻ ഇട്ടേ, ഞാൻ ഫാൻ ഇടും. മുത്തുമണി ലൈറ്റ് ഓഫ് ചെയ്തേ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. ഇത് കേൾക്കാൻ, ഈ പറയണ ഓർഡർ കേൾക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കും, ഞാനും പ്രതീക്ഷിക്കും. ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ഒന്നും സംഭവിക്കാറില്ല. സംഗതി, എന്റെ കല്യാണം എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് കല്യാണമായിരുന്നു. ഇത് ഞാനൊരു തമാശയായിട്ട് പറയുന്നതല്ല, കാര്യമായിട്ട് പറയുന്നത്. അംബാനിയുടെ കല്യാണത്തിനായാലും ഗ്രാൻഡ് കല്യാണമായിരുന്നു. മഞ്ജു ചേച്ചി അത് മിസ് ചെയ്തു. അംബാനിയുടെ കല്യാണം നടത്തിയത് ആളുടെ മൊത്തം സ്വത്തിന്റെ 0.01% വെച്ചിട്ടാണ്. ഞാൻ എന്റെ കല്യാണം നടത്തിയത് എന്റെ 100% സ്വത്തും 3 ലക്ഷം കടമെടുത്തിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ അംബാനിയുടെ ഏതെങ്കിലും വലിയ കല്യാണം എന്റെ കല്യാണമായിരുന്നു. ഞാൻ എന്റെ സ്വത്തിന്റെ 0.01% വെച്ച് എന്റെ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഞാൻ പേരാമംഗലം പള്ളിക്കൂടെ ഷെഡ് ഇട്ട് നടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ എന്റെ 100% ഉപയോഗിക്കേണ്ടി വന്നു. എന്റെ കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രണയ വിവാഹമായിരുന്നു. നീണ്ട 1.5 വർഷത്തെ പ്രണയത്തിന് ശേഷം ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് പേരാമംഗലം പള്ളിയിൽ അച്ഛന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ജോൺ, നീ അനു മരിയ പോളിനെ ഭാര്യയായി സ്വീകരിക്കുന്നു? കോംപ്ലിക്കേറ്റഡ് ചോദ്യം. എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. അനു മരിയ പോളിനെ ഭാര്യയായി സ്വീകരിക്കുന്ന കാര്യത്തിലല്ല, എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അനു മരിയ പോളാണോ എന്നുള്ള കാര്യത്തിൽ. കാരണം എൻ്റെ കാമുകി അനു മരിയ പോൾ 5 അടി 1 ഇഞ്ച് പൊക്കണ്ടായിരുന്നുള്ളൂ. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ സ്ത്രീ 5 അടി 7 ഇഞ്ച് പൊക്കുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവള് 6 ഇഞ്ചിന്റെ ഹീലുമേ നിൽക്കണേ എന്നുള്ളത്. ഈ പള്ളിയിൽ വന്നപ്പോ തുടങ്ങി ഇവൾ എന്റെ കൈക്ക് വട്ടം പിടിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടാന്നാ. അല്ല, ഇവൾക്ക് ഹൈറ്റ് പേടിയാ. ഈ ചെരുപ്പുമെന്ന് താഴേക്ക് നോക്കി ഇവൾക്ക് തലയിട്ട് ഇവളെന്റെ കൈക്ക് വട്ടം പിടിച്ചാണ് നിന്നുകൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം, കല്യാണ ദിവസം, ഇവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവളുടെ ഫോൺ ഉപയോഗിക്കാനാണ്. കാരണം ഫേസ് റെക്കഗ്നിഷൻ വർക്ക് ചെയ്യില്ല. അതായത് ഇന്നത്തെ ഫോണൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അൺലോക്ക് ആവും. ഫോൺ പറയുന്നത് ഇത് അനു മരിയ പോൾ അല്ല എന്നാണ്. പിന്നെ എനിക്ക് എങ്ങനെ മനസ്സിലാവാണ്? അന്നത്തെ ദിവസം ഇവളുടെ കൺപീലികൾ ഇതിങ്ങനെ നിൽക്കായിരുന്നു. അന്ന് അവൾ ഉപയോഗിച്ചിരുന്ന കൺപീലി ചുരുട്ടി പിടിച്ചാണ് എൻ്റെ അമ്മ ഇപ്പൊ മിറ്റടിക്കുന്നത്. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുന്നത്. ദുഷ്യന്തൻ ശകുന്തളയെ തിരിച്ചറിയാണ്ടിരുന്നത് ഒരിക്കലും മറവിയുണ്ടായിരിക്കില്ല. ശകുന്തള വിചാരിച്ചു കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ദുഷ്യന്തനും ശകുന്തളയായിട്ടുള്ള കല്യാണം ഇന്ന് തന്നെ നടക്കുന്നത്. അപ്പൊ ശകുന്തള എന്ത് ചെയ്തു? കണ്ണാശ്രമത്തിന്റെ ആധാരം പണയം വെച്ചിട്ടുണ്ടെങ്കിലും ശരി, കാനനകാന്തി ബ്യൂട്ടി ക്ലിനിക്കിൽ പോയി 78,000 രൂപയുടെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ശകുന്തളയും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മിക്കവാറും തിരിച്ചറിയാണ്ടിരുന്നുണ്ടാവും. ഒരു ബ്രൈഡൽ മേക്കപ്പ് കഴിഞ്ഞ പെണ്ണിനെ തിരിച്ചറിയാന്ന് പറയുന്നത് ദുഷ്യന്തനല്ല, പെറ്റ അമ്മയ്ക്ക് പോലും സാധിക്കും. ഈ പേരാമംഗലം പള്ളിമുറ്റത്ത് അനു മരിയ പോൾ കാറിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഓടിപ്പോയി അവളെ സ്വീകരിച്ചില്ല. കാരണം എന്റെ ധാരണ അന്ന് പേരാമംഗലം പള്ളിയിൽ 2 കല്യാണം ഉണ്ട്, പാവം ഈ കൊച്ചിന്റെ ചെക്കൻ വന്നിട്ടില്ല എന്നാണ്. പക്ഷെ ഞാൻ എന്നെ കണ്ടതും ഇവള് ഫുൾ എക്സൈറ്റ്മെന്റിൽ അവിടെ നിന്ന് കൈവീശുകയാണ്. അപ്പൊ ഞാൻ സൂക്ഷിച്ചു, ഇതെന്റെ അനു മരിയ പോളാണല്ലോ. ഞാൻ വേഗം ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. അടുത്ത കോംപ്ലിക്കേറ്റഡ് ചോദ്യം, ബേബി എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഡിഫറെന്റ് എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിലെ കെട്ടിയവന് അപ്പോഴേക്ക് നല്ല പക്വത വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബേബി യു ലുക്ക് ലൈക്ക് എ പ്രിൻസസ് എന്ന് പറഞ്ഞു. അവള് ക്യൂട്ട്നെസ്. അപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികള്, ഒരു ശരാശരി മലയാളി PSC പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒരു കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു സീരിയസ് പ്രണയബന്ധത്തിലായിരിക്കണം. കാരണം ഡെയിലി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം ഇവൾ എൻ്റെ അടുത്ത് ചോദിക്കുക, നിനക്ക് ഇപ്പോഴുള്ള തന്നെയാണോ അതോ പണ്ടത്തെ തന്നെയാണോ കൂടുതൽ ഇഷ്ടം? ഒരു ചോദ്യം, 2 ഓപ്ഷൻ അവള് തന്നേക്കാണ്. ഇപ്പോഴുള്ള അവളെയാണോ പണ്ടത്തെ അവളെയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം? ഇപ്പോഴുള്ള അവളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവള് ചോദിക്കും, ഓഹോ, അപ്പൊ അന്ന് നീ അഭിനയിക്കായിരുന്നല്ലേ എന്ന്.
അന്നത്തെ അവളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളേക്ക് ഓഹോ അപ്പൊ നിനക്ക് എന്നെ മടുത്തല്ലേ എന്ന്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് എന്ത് പറയും, ബേബി എനിക്ക് നിന്നെ അന്നും ഇന്നും എന്നും ഭയങ്കര ഇഷ്ടമാണ് പറയും. അപ്പൊ അവള് ആ മുത്തുമണി ലൈറ്റ് ഓഫ് ചെയ്യുന്ന പറയും. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും, ഒന്നും സംഭവിക്കില്ല. എനിക്കും എന്റെ ഭാര്യയ്ക്കും കോമൺ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ചായയാണ്. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടം, അവൾക്കും ചായ ഭയങ്കര ഇഷ്ടം. അവള് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവൾ എനിക്കും ചായ ഉണ്ടാക്കി തരാറുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ ചായ ഉണ്ടാക്കിയതുണ്ട്. കാരണം ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പോ ആദ്യത്തെ ദിവസം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നു, ഡബിൾ സ്ട്രോങ് മധുരം കുറവ് ചായ. സൂപ്പർ ചായ ആയിരുന്നു. രണ്ടാം ദിവസം ഈ ചായയിൽ ഒരു ഏലക്കായ വന്നു. അപ്പൊ കുഴപ്പമില്ല, ഏലക്കായിട്ട ചായ. മൂന്നാം ദിവസം ഇതിൽ ഇഞ്ചി വന്നു, ചുക്ക് വന്നു, കറുവപ്പട്ട വന്നു, കരയാമ്പ് വന്നു, കറിവേപ്പില വന്നു. പോകെ പോകെ ഇത് ഇവളുടെ ചായ ഏതാ സാമ്പാർ ഏതാന്ന് എനിക്ക് മനസ്സിലാവാതെ ഇവളോട് ചോദിച്ചാൽ ഇവള് പറയുന്നത് ഇത് മസാല ചായ എന്നാണ്. ഈ സാമ്പാർ ചായ ഉണ്ടാക്കി തന്നിട്ടും ഇവൾ എൻ്റെ അടുത്ത് ചോദിക്കും, ബേബി ചായ എങ്ങനെയുണ്ടെന്ന്. ഡിഫറെന്റ് എന്ന് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ എന്നിലെ കെട്ടിയവന് പക്വത തോന്നാണല്ലോ. ഞാൻ പറയും ബേബി ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ചായ എന്ന് പറയും. വളരെ അപ്പോ ഇവള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് പാലക്കാടായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനും ഇവളും കൂടി പാലക്കാട് മാറി താമസിക്കായിരുന്നു. അപ്പൊ ഒരു ദിവസം എൻ്റെ അമ്മ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഇവള് അമ്മായിമേനെ ഇംപ്രസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവള് തന്നെ ഉഴുന്നാട്ടി ദോശ ഉണ്ടാക്കി, തേങ്ങ ചിരക്കി ചമ്മന്തി ഉണ്ടാക്കി. ഇത് പറയണതിന്റെ കാര്യം സാധാരണ ഞാൻ ചെയ്യുന്നത്. ഇവളുടെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി അമ്മായിമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മ ഈ ദോശ പൊട്ടിച്ച് ഒരു കഷ്ണ തേങ്ങ ചമ്മന്തിയിൽ മുക്കിയിട്ട് കഴിച്ചു. അമ്മ ഇംപ്രസ്ഡ് ആയി. രണ്ടാം തീയതി ചായ എടുത്തു, ഇതൊന്നും മണപ്പിച്ച് നോക്കി. അമ്മ ഇംപ്രസ്ഡ് ആയി. അമ്മ ഈ ചായ കയ്യിലേക്ക് വെച്ചിട്ട് ഒരു ഒറ്റ കുടി. എന്നിട്ട് അമ്മ അവളുടെ അടുത്ത് ചോദിച്ചു, മോളെ ചാലക്കുടി ഭാഗത്ത് രസം ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാറില്ല അല്ലേ? ഇവളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇവൾ അലക്സ മോഡിലേക്ക് എത്തി. ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മുത്തുമണി ഒന്നും ഇങ്ങോട്ട് നടന്നേ എന്ന് പറഞ്ഞു. ഞാൻ നടന്നു. മുത്തുമണി ആ വാതിലൊന്നും അടച്ചേ. ഞാൻ വാതിലടച്ചു. ആ അന്ന് കേട്ടോ എൻ്റെ ഹായ് ഹലോ നമസ്കാരം. ഞാൻ മായവി. മഞ്ചേച്ചി, ബിഞ്ചേട്ട, അമ്പി ചേച്ചി, അതിഥികളെ, കുഞ്ഞിർക്ക, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് സമയത്ത് അറിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും അല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു അധോ ലോകത്ത് പെട്ടുകിടപ്പുണ്ട്. ദാറ്റ്സ് കോൾഡ് ഓൺലൈൻ മീഡിയ. ഓൺലൈൻ മീഡിയ പെട്ടുകിടക്കുമോ നിങ്ങളൊക്കെ? അതായത് നമ്മുടെ ഒരു പകർച്ചവ്യാധി കൊറോണയ്ക്ക് ശേഷം കേരളത്തിൽ പടർന്ന് പന്തലിച്ചൊരു ആദ്യമാണ് ഓൺലൈൻ മീഡിയ. ബ്ലൂ കുയിൽ, വ്യത്യസ്ത മീഡിയ, പുലി, കടുവ എന്ന് പറഞ്ഞു 100 ചാനലുകളാ. ഇന്നലെ പെറ്റിട്ട കൊച്ചിനിടാൻ ഇവിടെ ഒരു പേരില്ല. പിന്നെ മഞ്ചേച്ചി നമ്മുടെ ചാനലിന്റെ ഹെഡിനോട് സാറിന് എന്താ ജോലിയും ചോദിച്ചാൽ പുള്ളി പറയും, ഞാനൊരു ചെറിയ ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഈ ക്യാമറ പൊക്കി പിടിച്ച് തിയേറ്ററിലോട്ട് പോകുന്നവന്മാരോട് നിനക്ക് എന്താ ജോലിയും ചോദിച്ചാൽ അവൻ പറയും എനിക്ക് സ്വന്തമായിട്ട് ചാനലുണ്ടെന്ന്. എങ്കിൽ ഒരു 10-500 വീട്ടിൽ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയില്ല. എങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ ആകുമ്പോ ഒരു 5 രൂപയുടെ ടംഗ്ലീർ മേടിച്ചവനെ നാക്ക് പിടിച്ചൂടെ? അവന് നേരെ ചെയ്യ മോണിറ്റൈസേഷൻ എന്ന് പറയാൻ അറിയത്തില്ല. അവന് നാട്ടുകാരെല്ലാം വീഡിയോ എടുത്തുകൊണ്ടോടൊക്കെ അറിയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കിങ് ലെയർ സിനിമയിൽ ദിലീപേട്ടൻ പറയുന്ന പോലെ പണിയെടുത്ത് തിന്നെ അറിയാൻ മേലഞ്ഞിട്ടല്ല, പറഞ്ഞു പറ്റിച്ച് തിന്നാലേ തൊണ്ടേന്ന് ഇറങ്ങുള്ളൂ. ഇതാണ് ഇവന്മാരുടെ വീഡിയോയുടെ ക്യാപ്ഷൻ. മഞ്ചേച്ചി കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു ലിങ്ക് വന്നു. അതായത് മകനെ വെളിപ്പെടുത്തി മഞ്ജുപിള്ള. ഞാൻ ഞെട്ടി. ആ മഞ്ചേച്ചി എനിക്കത് അറിയണ്ടേ? ഞാൻ തുറന്ന ലിങ്ക് നോക്കിയപ്പോ 1/2 മണിക്കൂർ പരസ്യം. ഞാൻ അതും കണ്ട് എനിക്ക് മഞ്ചേച്ചിയുടെ കാര്യം അറിയണം. നോക്കിയപ്പോ കാണാം ഈ കൊന്നത്തെങ്ങ് കണക്കിരിക്കുന്ന ചെക്കന്റെ ഫോട്ടോയും മഞ്ചേച്ചിയുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് എനിക്ക് കാർത്തി സൂര്യ എന്റെ മകനെ പോലെയാണെന്ന്. അതിവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ഇവൻ അപ്പോഴത്തേക്ക് ഓടി പാറോട്ടുകോണത്തുള്ള വസ്തുവിന് എന്നാ വില വരും, വീട് പൊളിച്ചു വെച്ച് എത്ര രൂപ കിട്ടുമെന്ന്. ഇവന്റെ വിചാരം എന്തെങ്കിലും മാതാവ് ഇത് ഇവന് പുത്രനായിട്ട് എഴുതി കൊടുക്കുമെന്ന്. നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ കാർത്തി. കഴിഞ്ഞിടയ്ക്ക് ഷൂട്ടിനിട്ടൊരു സാരി 2 ദിവസം ഇടാൻ ചോദിച്ചതിന് 4 ദിവസം എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് നിന്റെ മഞ്ജുമ്മ. പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്ന ഇത് മഞ്ജു ചേച്ചിയുടെ കേട്ടോ. എങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ ചില ലിങ്കുകളൊക്കെ നമ്മൾ തുറന്നു നോക്കും. എങ്കിലും നമ്മുടെ കോട്ടയം നസീർക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ലിങ്ക് വന്നു. മമ്മൂക്കെ പിന്നിലാക്കി കോട്ടയം നസീർ മുൻനിരയിലേക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി ചേച്ചി. നോക്കിയപ്പോ ഉണ്ടല്ലോ ഈ മനുഷ്യൻ മമ്മൂക്കയും തെള്ളി കറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന പ്ലേറ്റും കൊണ്ട്. ഇതാണ് ഇവരുടെയൊക്കെ മെയിൻ അവസ്ഥ. നമ്മൾ ചില ക്യാപ്ഷൻസ് നോക്കിയിട്ട് ഓടിച്ചെന്ന് ലിങ്ക് ഓപ്പൺ ചെയ്യരുത്. ഇപ്പൊ തന്നെ ഞാൻ താഴ്ന്ന് ഹെയർ സെറ്റ് ചെയ്തപ്പം ഋതു ചേച്ചി എന്നോട് ഞെടി മുടിയിലിടാൻ ക്ലിപ്പുണ്ടോ, ഇല്ല എൻ്റെ കയ്യിൽ കുറെ ക്ലിപ്പുണ്ടോ കേട്ടപ്പോൾ അത് കേൾക്കാത്ത പോലെ മേക്കപ്പിൽ ശ്യാമയായിട്ട് ഓടി വന്നേക്കുവാ. മുടിയെന്ന് പറഞ്ഞ പുള്ളി കേട്ടില്ല.
എടി ക്ലിപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെൻഡ് ചെയ്യും, ബ്ലൂടൂത്ത് ഓണാണ്. എടി ഇതാ പറഞ്ഞ പല ന്യൂസുകൾ ആളുകളകത്ത് ചാടി കയറി അങ്ങോട്ട് പോയി കളയും. പണ്ടൊക്കെയാണ് നമ്മളൊരു ഒറ്റമേനെ കണ്ടാൽ കണ്ണു പൊത്തിട്ട് നമ്മൾ ഓടും. പക്ഷെ ഇപ്പം നമ്മൾ വഴിയിൽ എങ്ങനെ പറയുമ്പം നല്ല ബ്ലൂ കുയിലിനെ കണ്ട തലയോട് മുണ്ടിട്ട് ഓടിക്കണം, ജീവിതം തീർന്നെന്ന് കൂട്ടിയാക്കി മതി. പിന്നെ നമ്മുടെ ജീവിതം ശരിയാവില്ല. പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവന്മാർ മൊബൈൽ പൊക്കി പിടിച്ചോണ്ട് വരും. ചോദിക്കുകയാണെങ്കിൽ പറയും ഞങ്ങൾ മീഡിയക്കാരാണ്. എങ്കിൽ വല്ല ലോകസഭയിലും പാർലമെന്റിലും നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവന്മാർക്ക് അറിയത്തില്ല. നായികയുടെ സാരി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് അവരെടുത്ത് വീഡിയോ ഇടും. കാരണം അവന്റെ ചാനലിൽ ലോകവരും അവിടെയാണല്ലോ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞ മഞ്ചേച്ചി ഇവര് പാരച്ചൂട്ട് പറക്കുന്നത് മുതൽ മുറുക്കാൻ കടയുടെ വരെ ഉദ്ഘാടനം എടുത്ത് വീഡിയോ ഇടും. ഇട്ടോ കുഴപ്പമില്ല. ചേട്ടാ ഉദ്ഘാടനത്തിന് വീഡിയോ എടുക്കുമ്പോൾ നാടൻ മുറിക്കുന്ന വീഡിയോ വേണ്ട എടുക്കാൻ. അവിടെ ഉദ്ഘാടനം നായികയുടെ പാവാടയുടെ നാട വരെ സൂം ചെയ്ത് എന്നാൽ ഇവൻ നാടൻ മുറിക്കുന്ന എടുക്കത്തില്ല. അത് വെച്ച് നോക്കുമ്പോഴേട്ടോ നമ്മുടെ ക്യാമറമാൻ കണ്ണൻ ചേട്ടൻ, ദിനേശ് ചേട്ടൻ, മഹേഷ്ണനൊക്കെ റെസ്പെക്ട് ഉണ്ട്. കാരണം ഇവരൊരു ആംഗിളിൽ തന്നെ ക്യാമറ വെക്കുന്നുണ്ട്. ഇവർ ഓൺലൈൻ മീഡിയയിലായിരുന്നെങ്കിൽ ചാകര ഇതൊക്കെ. അതായത് അവർക്ക് ക്യാമറ ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലാ. അതായത് താടിക്ക് കീഴെ കാലുക്ക് മേലെ. എന്നിട്ട് ഇവരൊരു ക്യാപ്ഷൻ അങ്ങോട്ട് എഴുതിയിടും. ആ നായിക എന്താ മനസ്സിൽ ചിന്തിച്ചെന്നൊന്ന് പറയാൻ. ആദ്യം നീ ആ വീഡിയോ എടുത്തപ്പോ നീ എന്തോ ചിന്തിച്ചെന്നൊന്ന് പറ. പിന്നല്ല ഞങ്ങൾ ചിന്തിച്ച കാര്യം. ഇതെല്ലാം ഇവര് കമന്റിൽ പിടിക്കും. ഈ മഞ്ചേച്ചി എന്നോട് എപ്പോഴും പറയുന്ന കാര്യം, എടി നെഗറ്റീവ് കമന്റ്സിന് നമ്മൾ റിപ്ലൈ കൊടുക്കരുത്, അവന്മാർക്കൊന്നും ഒരു തൊഴിലില്ലെന്ന്. ആര് പറഞ്ഞ്? അവന്മാർക്ക് തൊഴിലും ഉണ്ട്, കമന്റ് ഇട്ടുകൊണ്ട് അവന്മാരെയൊക്കെ തൊഴിൽ പോകുന്നുമുണ്ട്. അതാണൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ്. ചേട്ടാ ഞങ്ങളുടെ നാട്ടിലെ അത്ലറ്റിക്കിന് പോകുന്നവരുണ്ട്, ഒളിമ്പിക്സിന് പോകുന്നവരുണ്ട്, നല്ല നല്ല നിങ്ങളെപ്പോലെ നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഓൺലൈൻകാർക്ക് ഇന്റർവ്യൂവിന് വേണ്ട. ഒരു 16-17 വയസ്സ് കഴിഞ്ഞ് ചെറുക്കന്മാരും പെണ്ണും ഒളിച്ചോടി പോവുകയാണെങ്കിൽ പോലീസുകാരൊക്കെ മുമ്പേ ഓടും ഓൺലൈൻ മീഡിയ. എന്നിട്ട് അവരെ കണ്ടുപിടിച്ച് കൊണ്ടെടുത്തിട്ട് ഇന്റർവ്യൂവാ. ചോദിക്കുന്ന ചോദ്യമോ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്താ, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുന്നു. എന്ന് വെച്ചാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മാസ്റ്റർ ബ്രെയിൻസ് ആണല്ലോ വന്നിരിക്കുന്നത്. ഇവരൊരു മറുപടി കേൾക്കണം. എനിക്ക് ചതിക്കാൻ മനസ്സില്ലാത്തോണ്ടാ ഞാൻ ടേട്ടയുടെ കൂടെ ചാടിപ്പോയത്. തള്ളയുടെയും തന്തയുടെയും തലയ്ക്ക് വലിയൊരു പുരസ്കാരം എടുത്തു വെച്ചിട്ടാണ് ഇവര് ഓടിയിരിക്കുന്നത്. എങ്കിൽ ഒരു വല്ല സെലിബ്രിറ്റീസിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യും, സിനിമാ താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് സിനിമയെ പറ്റി അവർക്കൊന്നും അറിയണ്ട, അവിടെ ലൊക്കേഷനിൽ എന്തൊക്കെ നടന്ന്. പിന്നെ അറിയേണ്ട കാര്യം, നിങ്ങൾ ഗൂഗിളിൽ ലാസ്റ്റ് എന്താ സെർച്ച് ചെയ്തേ, നിങ്ങളുടെ വാട്സപ്പിന്റെ ചാറ്റ് ചെയ്ത അവസാനത്തെ ഒന്നൊന്ന് കാണിച്ചു തന്നു. എടേ സേതുരാമ CB ആണ് തെളിവ് എല്ലാവരും മുന്നോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി. സ്വന്തം കെട്ടിയവനും കൊടുക്കുന്നില്ല ഫോണും പാസ്വേഡും. പിന്നെ ഇവർക്ക് എങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെയും ഒക്കെ ഇങ്ങനെ വൈറലായി പോകണമെന്നാ. പണ്ടൊക്കെ ഒരു പെണ്ണ് പെറ്റാ പെണ്ണ് വയറ്റായിട്ട് മാത്രം അറിയത്തുള്ളായിരുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും നാട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്. അവർക്ക് വൈറലാക്കണം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചേട്ടാ പണ്ടൊരു പെങ്കൊച്ചിനെ ബസ് സ്റ്റോപ്പിൽ ആരണ്ട് 14 സെക്കൻഡ് നോക്കിയെന്നും പറഞ്ഞ് അവളുണ്ടാക്കിയ കോലാഹലം. എന്നിട്ട് ഇവൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പാവടം ബ്ലൗസ് ഇട്ടിട്ട് 18 മിനിറ്റുള്ള വീഡിയോ ഇട്ടിരിക്കുന്നു, ഗെറ്റ് റെഡി വിത്ത് മീ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണമെന്ന്. എല്ലാവർക്കും എങ്ങനെയായാലും രീതിയിലൊക്കെ വൈറലായാൽ മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാവത്തുങ്ങളെയൊക്കെ പറ്റിച്ച് വൈറലാവും നോക്കും. അതായത് പ്രാങ്ക് കോള്. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ അവിടെ മൈക്ക് സെറ്റും കൊണ്ടുവന്ന രമണേൻ്റെ ഒരു പെണ്ണ് വിളിച്ചിട്ട്, ചേട്ടന് ഉത്സവപ്പറമ്പിലൊക്കെ ബൾബ് ഇടുന്ന ആളല്ലേന്ന് പുള്ളി പറഞ്ഞാൽ അതെ. ചേട്ടൻ തെങ്ങിൽ ബൾബ് ഇടുവോ? ചേട്ടൻ പറഞ്ഞാൽ അതെ. ചേട്ടൻ ആലിൽ ബൾബ് ഇടുവോ? അതെ. ചേട്ടൻ മിന്നാമിനിയുടെ മൂട്ടി ബൾബ് ഇടുവോ? ഓൾറെഡി മിന്നാമിനിയുടെ മൂട്ടിൽ ലൈറ്റ് ഉണ്ട്. വെള്ള പറിച്ചിലേട്ടോ തോന്നും. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് മിന്നാമിനി മൂടും കൊണ്ട് ഇവിടെ അടുത്ത് പരാതിയും കൊണ്ട് ചെല്ലുന്നു. അതങ്ങനെ ഒരു മൂട്ടിലെ പ്രാങ്കായി പോയിട്ട് ലോകം മൊത്തം ഇപ്പൊ പ്രാക്കുകളുകളാ. പക്ഷെ നമ്മുടെ കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ ഒരു സിനിമ റിലീസാകുമ്പോൾ ഒരു റിവ്യൂവർ കൂടി റിലീസ് ആവുന്നുണ്ട്. സിനിമ പൊട്ടിപ്പോയാലും ഈ റിവ്യൂവർ സിനിമയ്ക്ക് ഇയാൾ വലിയ ആളോ. ഞാനൊക്കെ ഇപ്പോഴും ഓഡിഷൻ ചെയ്ത് സിനിമക്കാരൻ നടക്കുന്നു. അമേസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിംഗ്. പക്ഷെ ഇപ്പോഴും ഞാൻ ഓൺലൈൻ മീഡിയക്കാരോട് പറയുന്നത്, ഒരു നായകൻ അവൻ്റെ ഉറ്റവനെ നഷ്ടപ്പെട്ടിരിക്കുന്ന സീനിൽ ഈ ക്യാമറയും കുത്തിക്കയറ്റി അവൻ്റെ കണ്ണീരിനെ അങ്ങോട്ട് സൂം ചെയ്തെടുത്ത് നമ്മുടെ മാർക്കോടെ ഒരു BGM കുത്തിക്കയറ്റിയിട്ട് ഇവരൊരു ക്യാപ്ഷൻ കൊടുക്കും, വിതുമ്പി കരഞ്ഞ നായകൻ എന്ന്. എടെ ആയിരിക്കുന്നത് മനുഷ്യനാ. എടെ കണ്ണീന്ന് വരുന്നത് കണ്ണീരാ, അല്ലാതെ മഴയൊന്നും അല്ല. അയാൾ ചാടി എന്നിട്ട് മയിലാട്ടം തുള്ളാൻ. മനുഷ്യനാണ്, വിഷമം വരും, സങ്കടം വരും, അയാൾ കരയും. അപ്പം അങ്ങനെയുള്ള ഫീലിങ്സ് സ്ഥലത്ത് നിന്ന് പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് മഴൽ മനോരം ഇടും, ഓൺലൈൻകാർക്ക് ഒരു തട്ടുമായിട്ട് മായാവീന്ന്. ഇത് വല്ല കുയിലും മയിലും എടുത്തിടും, ഓൺലൈൻ തട്ടിപ്പോയിട്ട് മായാവീന്ന്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ലിങ്കുകൾ ഓപ്പൺ ചെയ്യാം. താങ്ക് യു.